ഗുഡ് ഈവനിങ്. നമ്മൾ റിവിഷന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മുടെ സെഷൻ. ഓഡിബിൾ ആണല്ലോ അല്ലെ? യെസ് മാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സ്പൈറൽ ഓഫ് സൈലൻസ് തിയറിനെ പറ്റിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നു എല്ലാവർക്കും. നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? എലിസബത്ത് നോവൽ ന്യൂമാനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ തിയറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിന് ശേഷം നിങ്ങളത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഞാൻ നിങ്ങളോട് നോക്കി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇനിയിപ്പോ നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സാം ഡേറ്റ് അടുത്തല്ലോ. 13th എങ്ങാണ്ടല്ലേ നിങ്ങളുടെ ഡേറ്റ് വന്നിട്ടുള്ളത്? എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13th തൊട്ടല്ലേ? നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്ന് നിങ്ങൾ അറിഞ്ഞില്ല? ഓക്കെ, അപ്പൊ 13th തൊട്ട് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി അധികം സമയമില്ല. അപ്പോ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ മേജർ ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അതിന് ഏത് രീതിക്ക് നമുക്ക് പറയാൻ പറ്റില്ല അവർ ഏത് രീതിയിലാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം. അപ്പോൾ ഈ തിയറീസും മോഡൽസും ഒക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് തൊട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. അതായത് ഇപ്പൊ നിങ്ങൾ തിയറി പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എലിസബത്തിന്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ പറ്റി അറിയായിരുന്നു. ആരാണ് സ്പൈറൽ ഓഫ് സൈലൻസ് തിയറിയുടെ ഫൗണ്ടർ, ആരാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. പക്ഷെ അത് എന്താണ് തിയറിയിൽ എന്താ പറയുന്നത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾക്കത് വാക്കുകളിലൂടെ പറയാൻ നിങ്ങൾക്കത് പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്കത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഏത് രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എല്ലാത്തിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം. അപ്പോൾ തിയറി നന്നായിട്ട് പഠിക്കണം. അപ്പൊ തിയറി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരിക എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങൾ തിയറിയുടെ പേര് മാത്രം പഠിക്കും. പേര് പഠിക്കും, ഏത് വർഷമാണെന്ന് പഠിക്കും, ആരാണത് ഫോം ചെയ്തതെന്നും പഠിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം ഒക്കെ അടുക്കുമ്പോ നിങ്ങൾ തിയറിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ മറക്കും. ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഒരുപാട് തിയറീസും മോഡൽസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏകദേശം ഒരേ ജോണറിൽ വരുന്ന, ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്ന മോഡൽസും തിയറീസും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും, കൺഫ്യൂസ്ഡ് ആവും. ചിലപ്പോൾ അവർ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കും. മിക്കവാറും ഭാഗങ്ങളിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ നിങ്ങളത് എന്താണ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാനുണ്ട് ക്വസ്റ്റ്യനിൽ. ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആണ്. നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വരും എന്ന് ഉറപ്പുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിയറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ നോക്കുക, പഠിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലെ? എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഇൻ വിച്ച് ഇയർ? ഇത് നിങ്ങളുടെ 2022 2023 ക്വസ്റ്റ്യൻസ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഈ രണ്ട് കൊല്ലത്തിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഗവൺമെന്റിന്റെ ഏതൊക്കെ സ്കീമുകളാണ്, ഏതൊക്കെ പദ്ധതികളാണ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ, അതായത് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനിലാണ് അതൊക്കെ വരിക. അപ്പൊ അത് അവിടുന്നാണ് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ 2 വർഷങ്ങളില്. അപ്പൊ കുറച്ചധികം അതായത് സർക്കാരിന്റെ കുറച്ചധികം പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ആണ് ദ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിനെ പറ്റിയിട്ട്? ഓക്കെ, ഓപ്ഷൻ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്. 2015 ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു
ഭയങ്കര വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു അത്. എന്തിനു വേണ്ടിയിട്ടാണ് എയിം ചെയ്തതെന്ന് വെച്ചാല് മൊത്തത്തില് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവരിക, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അതൊരു കോർ ആയിട്ട് ഒരു യൂട്ടിലിറ്റി ആക്കി മാറ്റിയെടുക്കുക, അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഗവൺമെന്റ് സർവീസുകളും കാര്യങ്ങളൊക്കെ ഡിജിറ്റലൈസ് ആക്കുക. അങ്ങനെ സിറ്റിസൺസിന് കുറച്ചും കൂടി ഡിജിറ്റലി അവരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഡിജിറ്റൽ ഇന്ത്യ മെയിൻ ആയിട്ട് മോദി സർക്കാർ കൊണ്ടുവന്നതിൽ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുവന്ന പദ്ധതികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നാണ് 2015 ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന് ശേഷമാണ് അതിന്റെ ഒരു മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്തെന്ന് പറഞ്ഞാല് എല്ലാ സിറ്റിസണും, ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഡിജിറ്റലി അവർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള അതിലുള്ള ഒരു അജണ്ട എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ എല്ലാ വില്ലേജസിലും ഹൈ സ്പീഡിൽ ഇന്റർനെറ്റ് കൊണ്ടുവരിക, അതുപോലെ തന്നെ എല്ലാവർക്കും മൊബൈൽ ഫോൺ ആക്സസ് ചെയ്യുക, അതായത് സ്മാർട്ട് ഫോൺസിൽ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരിക്കുക, അത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അറിവ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുക, അതുപോലെ UPI പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക, അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു സൈബർ സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു യഥാർത്ഥത്തില് ഇതിന്റെ കീ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല അതിൽ ഒരുപാട്, അതായത് നമ്മള് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒരുപാട് വൈഡ് ആണല്ലേ, രാജ്യം മുഴുവൻ പരന്നു കിടക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ മൊത്തത്തില് ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കാം, മൊത്തത്തില് ഗവൺമെന്റ് സർവീസ് ഒക്കെ ഡിജിറ്റലൈസ് ചെയ്യുക, അതുപോലെ തന്നെ റിയൽ ടൈം ആയിട്ടുള്ള ഡിജിറ്റൽ സർവീസസ് കൊണ്ടുവരിക, അതുപോലെ ക്യാഷ്ലെസ് ആയിട്ടുള്ള പേപ്പർലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ എല്ലാവരെയും എല്ലാ ഇന്ത്യയുടെ എല്ലാ തട്ടിലും എല്ലാ വിഭാഗത്തിലും കിടക്കുന്ന ആളുകളെ ഒരുമിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ഡിജിറ്റലി അവർ ഇൻക്ലൂസീവ് ആക്കി എടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ വേറൊരു കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറഞ്ഞതും അതിന്റെ ഒരു വേറൊരു ഒബ്ജക്റ്റീവ് ആണ്. എല്ലാ ലാംഗ്വേജസിലും, അതായത് ഇന്ത്യയിൽ അത്രയധികം ലാംഗ്വേജസ് ഉണ്ടല്ലേ, അതിന്റെ പലതരം സ്ലാങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഡിജിറ്റൽ റിസോഴ്സിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക, ഈ ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്പേസ് ആക്കി മാറ്റുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ അണ്ടറിൽ അവർ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഭാരത് നെറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു, ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇപ്പൊ നമ്മള് റൂറൽ ഏരിയാസിൽ ഒരു ബ്രോഡ്ബാൻഡ് ഉപയോഗിച്ചിട്ട് ഹൈ സ്പീഡ് വൈഫൈ ഒക്കെ വെക്കുക എന്നുള്ളതായിരുന്നു ഭാരത് നെറ്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്. പിന്നെ നമ്മള് ഡിജിറ്റൽ ഐഡന്റിറ്റിനെ പറ്റി പറഞ്ഞു അല്ലെ. ഡിജിറ്റൽ ഐഡന്റിറ്റി കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആധാർ വന്നത്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ആധാർ വരുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ലോക്കർ എന്നുള്ള ഒരു പദ്ധതി അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റം ആയിരുന്നു ഡിജി ലോക്കർ എന്ന പേരില്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽസ് കൊണ്ടുവരിക, എല്ലാ തരത്തിലുള്ള ഹെൽത്ത് കെയർ സർവീസ് ഒക്കെ ഓൺലൈൻ ആക്കി എടുക്കുക, അങ്ങനെ അത്തരത്തില്. അതുപോലെ മൈ ഗവൺമെന്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാം, ഗവൺമെന്റ് സർവീസുകൾ എല്ലാതും നമുക്ക് മൈ ഗവൺമെന്റ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക്സ് ഒക്കെ ലോക്കലായിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന്റെ വഴി അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം വഴി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ ഇന്ത്യ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളിൽ. ഇപ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ ഇപ്പോഴും ആളുകൾ പങ്കാളിത്തമുള്ള ഒരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ 2015 അത് ലോഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? കാരണം അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പദ്ധതിനെ പറ്റി ചോദിക്കലുണ്ട്. അപ്പം ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതുപോലെ അവാർഡ്സ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓസ്കാറൊക്കെ എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിലിപ്പോ ചോദിച്ചിട്ടുള്ളത് 2023-ലെയാണ്. നിങ്ങൾക്ക് 2024 നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് 2024-ലെ ഓസ്കാർ അവാർഡ് ആരൊക്കെ കിട്ടിയത്? മികച്ച നടൻ, മികച്ച നടി, ഡയറക്ടർ, ഫിലിം, കൊറിയോഗ്രാഫർ, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു മാർക്ക് നിങ്ങൾക്ക് ഒട്ടും മിസ്സാക്കാൻ പറ്റാത്തത്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷുവർ ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. അപ്പൊ അത് കളയരുത്. അപ്പൊ 2023-ലാണ് ചോദിച്ചിട്ടുള്ളത്.
ചോദ്യം നോക്കൂ. വിച്ച് ഫിലിം won the Oscar award for the best film category for the year 2023? ഓപ്ഷൻസ് നോക്കൂ. The Whale, All Quiet on the Western Front, Everything Everywhere All at Once, Elephant Whisperers. അപ്പോൾ ഓപ്ഷൻ ശരിത്തരം വരുന്നത് എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള മൂവിയാണ്. ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു ഈ മൂവി? ഓക്കെ, ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറയാം, ആക്ഷൻ കോമഡി എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജോണറാണ്. അതിന് 2022 ഇറങ്ങിയിട്ടുള്ള മൂവിയാണ്. ഡാനിയൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡാനിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ദ ഡാനിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടേഴ്സ് ആണ്. രണ്ടുപേരാണ്, പാർട്ട്നേഴ്സ് ആണ്. അവരാണ് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മികച്ച നടിക്കുള്ള അവാർഡൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ അമേരിക്കൻ ഐഡന്റിറ്റിനെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ ഇമിഗ്രൻസിന്റെ സ്ട്രഗിൾസിനെയും അവരുടെ കൾച്ചറൽ ക്ലാഷിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്ന, മൊത്തത്തില് ഇമിഗ്രന്റ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പറയുന്ന സിനിമയാണ് എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അപ്പോ ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ അവർക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. 7 അവാർഡാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ബെസ്റ്റ് പിക്ചറിനുള്ളത്, ബെസ്റ്റ് ആക്ട്രസിനുള്ളത്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ളത് ആൻഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ളത്. അപ്പോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു അത് ഇതുവരെ ഉണ്ടായിരുന്നതിൽ. അപ്പൊ നോക്കൂ, എലിഫന്റ് വിസ്പേഴ്സിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എലിഫന്റ് വിസ്പേഴ്സ് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ, അതിന് മുന്നത്തെ വർഷത്തെ ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടില്ല. 2022 ഓസ്കാർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, 2022 തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 2022 ഓസ്കാർ ആണ് എലിഫന്റ് വിസ്പേഴ്സിന് കിട്ടിയത്. മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡായിരുന്നു. ഡോക്യു ഫിലിം ആയിരുന്നു അത്. ഇന്ത്യയിൽ ഡയറക്ട് ചെയ്തായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഉണ്ട് അത്. അപ്പോൾ ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാൻ. അപ്പോൾ ഇന്ത്യക്കാർക്കാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 ലേഡീസ് ആയിരുന്നു. ഞാനൊരു പേര് എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. 2 പേരായിരുന്നു അത്. അപ്പോ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വെയിലും ഭയങ്കര ഇമ്പോർട്ടന്റ്, മികച്ച നടനുള്ള സിനിമ ഒക്കെ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. വെയിൽ എന്ന് പറഞ്ഞിട്ട് 2022 തന്നെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡാണ് വെയിലിന് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അത്തരത്തില് ഈ മൂവീസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓസ്കാർ അവാർഡൊക്കെ വരുമ്പോ അത് നോക്കണം. ഇപ്പോന്നല്ല, നിങ്ങൾ വേറെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫിലിം എന്ന് പറഞ്ഞാൽ. അതിൽ വരുന്ന മേജർ ആയിട്ടുള്ള അവാർഡ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ, അതിനെപ്പറ്റി ന്യൂസ് കാണുമ്പോൾ അത് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത മാർക്കാണ്. അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ഇവിടെ ഉത്തരം വരുന്നത് എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്. അടുത്ത നോക്കൂ. ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽഡ് മെൻ, മീഡിയ ആൻഡ് മെസ്സേജസ്? മെൻ, മീഡിയ, മെസ്സേജസ്. ഇത് ആരാണ് ഇതിന്റെ ഓത്തർ എന്നുള്ളതാണ് ചോദ്യം. മാർഷൽ മെക്ലൂഹാൻ ഉണ്ട്, തോമസ് ഫ്രീഡ്മാൻ ഉണ്ട്, വിൽബർ ഷ്രം ഉണ്ട്, ജോർഗൻ ഹൈബർമസ് ഉണ്ട്. ഇതിൽ ആരായിരിക്കും? ഞാൻ ക്ലാസ്സിൽ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് മെൻ, മീഡിയ ആൻഡ് മെസ്സേജസ്? ഓക്കെ, വിൽബർ ഷ്രമ്മിന്റെ ഓപ്ഷൻ 3 ആണ് ഉത്തരം. വിൽബർ ഷ്രം ആണ് അതിന്റെ ഓത്തർ എന്ന് പറഞ്ഞാല്. ഇത്തരത്തിൽ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബുക്സ് കൊടുത്തിട്ട് ഇതിന്റെ ഓതർ ആരാണ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് ഇത് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ആരാണ് പറഞ്ഞത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ഏതെങ്കിലും നമ്മൾ മേജർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ഫീൽഡിനെ പറ്റി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ചോദിക്കുക. നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഡയലോഗ് എന്തെങ്കിലും ആയിരിക്കും മിക്കവാറും ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ഭാഗത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു തിയറിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലോസഫറോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ അത് ഷുവർ ആണ്. അത് എല്ലാ കൊല്ലവും പേപ്പറിൽ അവർ ചോദിക്കുന്നതാണ്. പിന്നെ ഒന്ന് ചോദിക്കുക ഡെഫിനിഷൻ ആണ്. പിന്നെ ചോദിക്കുന്നത് പുസ്തകത്തിന്റെ ഓതർ ആരാണെന്നാണ്. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈസ് കിട്ടിയ ഏതെങ്കിലും പുസ്തകമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ഫിലോസഫറുടെ പുസ്തകമായിരിക്കും. ഇവിടെ നമ്മൾ വിൽബർ ഷ്രമ്മിന്റെ പുസ്തകമാണ്. വിൽബർ ഷ്രം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് പഠിച്ചപ്പോഴും തിയറി പഠിച്ചപ്പോഴും നമ്മൾ വിൽബർ ഷ്രമ്മിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താണ്, അദ്ദേഹത്തിന്റെ പേര് മറന്നു പോകരുത്. മെൻ, മീഡിയ ആൻഡ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വിൽബർ ഷ്രം ആണ് എഴുതിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. വിവിധ് ഭാരതി ഉണ്ട്, കൃഷി ദർശൻ ഉണ്ട്, യുവവാണി ഉണ്ട്, സൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഏത് വർഷമാണ് ഇത് ഫോം ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. സൈറ്റ് ഏത് വർഷമാണ്? നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് സൈറ്റ്. സൈറ്റ് ഏത് വർഷമായിരുന്നു? അതെ, സൈറ്റ് നിങ്ങൾക്ക് ഒരു വട്ടം പോലും നിങ്ങൾക്ക് ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടാവരുത്. എല്ലാ വർഷവും എനിക്ക് നിങ്ങൾക്ക് 100% ഉറപ്പ് തരാൻ പറ്റും, സൈറ്റിൽ നിന്ന് ഒരു ചോദ്യം മസ്റ്റാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒന്നല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും, സൈറ്റ് എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫൗണ്ടിങ് ഇയർ ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏത് എന്താ പറയാ രാജ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനായിട്ട് കൊളാബറേറ്റ് ചെയ്താന്നുള്ള ഒരു ചോദ്യം വരാം, അല്ലെങ്കിൽ ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത് ചോദിക്കാം, അല്ലെങ്കിൽ എത്ര വർഷത്തോളായിരുന്നു ആ പ്രോഗ്രാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര സംസ്ഥാനങ്ങളിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു വർഷം. മാത്രമല്ല പിന്നെ ചോദിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സിനിമകൾ, പ്രോഗ്രാമുകൾ അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു ചോദിക്കാം. ഇവര് ഭയങ്കര ട്രിക്കിയാണ്. സൈറ്റിനെ പറ്റിയിട്ട് അവര് ഏതൊക്കെ രീതിയിൽ ചോദിക്കാൻ പറ്റും അതൊക്കെ ഈ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഈ വർഷം എന്താ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത നോക്കൂ, യുവവാണി ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? യുവവാണി എന്ന് പറഞ്ഞാല് ഓൾ ഇന്ത്യ റേഡിയോന്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സർവീസ് ആണ്. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു റേഡിയോ സർവീസ് ആണ് യുവവാണി എന്ന് പറഞ്ഞാൽ. 1969 അത് ലോഞ്ച് ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ട് യുവവാണി, ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, യൂത്തിന്റെ ഇടയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുവവാണി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിച്ചത് യൂത്തിനെ എൻഗേജ് ചെയ്യിക്കുക, അവര് റേഡിയോ യൂസ് ചെയ്യുന്നത് അത് കൂട്ടുക എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ, അവരെ കൂടുതൽ ഓഡിയൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യുവാണി എന്നുള്ളത് ഉദ്ദേശിച്ചത്. അവര് കണ്ടന്റുകൾ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, എഡ്യൂക്കേഷണൽ ആയിരുന്നു. അതുപോലെ തന്നെ ഈ പാട്ടുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് അത് എന്റർടൈൻമെന്റും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഏറ്റവും ചെറിയ രീതിയിൽ അത് FM വഴി ഷോർട്ട് വേവ് ഉപയോഗിച്ചിട്ട് അവര് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര ക്ലിയർ ആയിട്ട്, കൂടുതൽ നോയിസ് ഒക്കെ കുറച്ചുകൊണ്ട്. പിന്നെ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ യൂത്ത് സെൻട്രിക് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. അവർ എഡ്യൂക്കേഷൻ, കരിയർ ഗൈഡൻസ് ഒക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അന്നത്തെ കാലത്ത് എന്താ പറയാ, ബോർഡ് എക്സാമുകളുടെ റിസൾട്ടും കാര്യങ്ങളും റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യങ്ങളൊക്കെ റേഡിയോ വഴിയാണ് ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസ്, മ്യൂസിക്, കൾച്ചർ, ഇതൊക്കെ അവരെ കണ്ടന്റുകളായിരുന്നു. അതുപോലെ തന്നെ അതുവരെ ഉണ്ടാവാത്ത രീതിയിൽ ആകാശവാണിയിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ അവർ മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ചാല് യങ് ആയിട്ടുള്ള പോയറ്റ്സിനെ, ആർട്ടിസ്റ്റുകളെ, അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം അവർ യുവാണി വഴി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതുവഴി ഉണ്ടായ ഒരു മാറ്റം എന്തായിരുന്നു വെച്ചാല് യൂത്തിന്റെ ഇടയിൽ എന്തുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്കഷനും കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടുള്ളതും നാഷണൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഡിസ്കഷൻ അവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ അവർ കുറച്ചും കൂടെ അവർക്ക് യൂത്ത് അതിനെപ്പറ്റി സംസാരിക്കാനും അവർക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് അത് ആ പ്രോഗ്രാം മാറി എന്നുള്ളതാണ് അതിന്റെ ഒരു വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാല്. മൊത്തത്തിൽ ആ ഒരു സമയത്ത് വേറെ എന്താ പറയാ മീഡിയ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെയുള്ളത് പത്രമാണ്. അപ്പൊ ടെലിവിഷനൊക്കെ യഥാർത്ഥത്തിൽ ആളുകളുടെ വീടുകളിൽ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അന്ന് മെയിൻ ആയിട്ട് പ്രിവിലേജ്ഡ് ആയ ആളുകളുടെ വീട്ടിൽ മാത്രമാണ് ടെലിവിഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, മിഡിൽ ക്ലാസിന്റെ ഇടയിലൊക്കെ എത്തി വരുന്നേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് മെയിൻ ആയിട്ട് യൂത്തിന്റെ അവരെ കൾച്ചറും അവരെ അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യുവാനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റേഡിയോ ജോക്കീസ് എന്നുള്ള ആ ഒരു ജോബിന്റെ പൊസിഷൻ ഒക്കെ മാറിയത് യുവാണി വന്നതിന് ശേഷമാണ്. ഇങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിലേക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അതുപോലെ
ജേർണലിസ്റ്റുകളെ പറ്റിയിട്ട്, മ്യൂസീഷ്യനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ആളുകൾ എന്ന് ഞാൻ പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള ആള്, പോപ്പുലർ മീഡിയ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾ, മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അതിന് ശേഷമാണ്. അപ്പം അതൊക്കെയായിരുന്നു യുവാണിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്. പിന്നെ ഒരു മാറ്റം എന്ന് വെച്ചാൽ 2014 അവരത് പ്രോഗ്രാം ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം അതിന്റെ ഒരു പോപ്പുലാരിറ്റി ഒക്കെ 2014 കൂടി കുറഞ്ഞു വന്നു. അവർ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മീഡിയമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ റേഡിയോസിനൊക്കെ ആയിട്ട് ഒത്തുപിടിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2014 ആകാശവാണി യുവവാണി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം അവര് നിർത്തിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോ യുവാണി വരുന്നത് 1969 സൈറ്റ് വരുന്നത് 1975 അപ്പൊ നമ്മൾ വിവിധ് ഭാരതിനെ പറ്റി പറഞ്ഞത്. വിവിധ് ഭാരതി ഏത് വർഷമായിരുന്നു? 1957 അപ്പോ കൃഷിദർശനെ പറ്റി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ സൈറ്റിനെ പറ്റി സംസാരിച്ച സമയത്ത് അല്ലെങ്കിൽ ദൂരദർശനെ പറ്റി സംസാരിച്ച സമയത്ത് നമ്മൾ കൃഷിദർശനെ പറ്റി സംസാരിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൃഷിദർശൻ എന്ന് പറഞ്ഞാല് കൃഷിദർശൻ എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് ആയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ എയർ ചെയ്തിട്ടുള്ള ഒരു ടെലിവിഷൻ പ്രോഗ്രാമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോഗ്രാം ഇപ്പോഴും ദൂരദർശനിൽ ഇപ്പോഴും ആ പ്രോഗ്രാം ഉണ്ട്, കൃഷിദർശൻ എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റണ്ണിങ് ആയിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാം ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പേര് കേട്ടാൽ തന്നെ അറിയാം, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടും റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്ന് 1967 1967 കൃഷിദർശൻ ലോഞ്ച് ചെയ്യുന്നത് ദൂരദർശനിൽ. അപ്പോ അവര് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു TV പ്രോഗ്രാം ആയിരുന്നു കർഷകരെ എയിം ചെയ്തുകൊണ്ട്, കർഷകരെ ഓഡിയൻസ് ആക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആദ്യമായിട്ടാണ് രാജ്യത്ത് ലോഞ്ച് ചെയ്യുന്നത്. അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞാല് ഒരു മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്കിനെ പറ്റിയിട്ട് ഫാമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അവർക്ക് അതായത് അതുവരെ ഉണ്ടായിരുന്നത് കാലങ്ങൾ മുന്നേ നടത്തി വരുന്ന ഒരു പഴയ രീതിയിലാണ് കൃഷിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുതിയ മെഷീൻസിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഫാമേഴ്സിന് കൊടുക്കുന്ന പദ്ധതികളെ പറ്റിയിട്ട്, അവരെ ഫിനാൻഷ്യൽ ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ കൊടുക്കുന്ന പദ്ധതികളെ പറ്റിയിട്ട്, സ്കീമിനെ പറ്റിയിട്ട് അവരെ അവെയർ ആക്കുക എന്നുള്ളതായിരുന്നു ആ പ്രോഗ്രാമിന്. അങ്ങനെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പുതിയ കൾച്ചറൽ ടെക്നിക്കൊക്കെ അവരെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ വേറൊരു എയിം എന്ന് പറഞ്ഞാല്. പിന്നെ അവർ കൊണ്ടുവന്നത് എന്താ വെച്ചാല് വെതറിനെ പറ്റിയിട്ട്, ഭയങ്കര ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോ വെതറിനെ പറ്റിയിട്ട്, മാർക്കറ്റ് പ്രൈസസിനെ പറ്റിയിട്ട്, ഈ പറഞ്ഞ പോലത്തെ ഗവൺമെന്റ് സ്കീംസിനെ പറ്റിയിട്ട് അവരെ അവെയർ ആക്കുക എന്നുള്ളതായിരുന്നു വേറൊരു കാര്യം. പിന്നെ സയന്റിഫിക് ഫാമിങ്ങിനെ പറ്റിയിട്ട് അവർക്കൊന്നും ഒട്ടും അറിവുണ്ടാവാത്ത ഒരു കാര്യമായിരുന്നു. അവരെപ്പോഴും പഴയ മെത്തേഡിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ സയന്റിഫിക് ഫാമിങ്ങിനെ പറ്റിയിട്ട്, അതിന്റെ മെത്തേഡ്സിനെ പറ്റിയിട്ട്, എങ്ങനെ ഒരു റൂറൽ ലൈവ്ലിഹുഡ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഫാമേഴ്സ് എങ്ങനെ സയന്റിഫിക് ആയിട്ട് ഫാം ചെയ്യാൻ പറ്റും എന്നുള്ള അവർക്ക് കോൺഫിഡൻസ് വരുത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതൊക്കെയായിരുന്നു യഥാർത്ഥത്തിലെ കൃഷിദർശന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ കൃഷിദർശൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 1967 ജനുവരി 26 അത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാല് അതിനുശേഷം അത് കൃഷിദർശൻ അതിൽ ഇങ്ങനെ പുതിയ ടെക്നിക്സിനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പുതിയ തരത്തിലുള്ള പ്രോഗ്രാം ഒക്കെ വന്നു തുടങ്ങിയതിന് ശേഷം ഫാമേഴ്സിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവരെ പഴയ രീതിയിൽ ഈ പശുക്കളൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പിന്നീട് ട്രാക്ടറിലേക്ക് മാറി. അങ്ങനെ ഒരുപാട് പുതിയ തരത്തിലുള്ള ടെക്നോളജീസ് അവർ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, അഗ്രികൾച്ചറൽ റിസർച്ച് നടക്കുന്നുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തില് റൂറൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ഫാമേഴ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പുതിയ തരം വിളകൾ രാജ്യത്ത് ഇറങ്ങുന്നുണ്ട്, അതിന്റെ പേരിൽ സയന്റിഫിക് ആയിട്ട് ഒരുപാട് ഗവേഷണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും, അതുപോലെ പുതിയ രീതിയിലുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് അന്നത്തെ കാലത്തൊന്നും അവർക്ക് അറിവുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് എന്ന വണ്ണമാണ് യഥാർത്ഥത്തിൽ കൃഷിദർശൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു മൊത്തത്തില് ഈ ഒരു
ടെലിവിഷനിൽ ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ വരുമ്പോ കൂടുതൽ ആൾക്കാർക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ടും ഇത്തരത്തിലുള്ള ടെലിവിഷൻ അല്ലെങ്കിൽ റേഡിയോ പ്രോഗ്രാംസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യയിൽ പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഗ്രീൻ റെവല്യൂഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈറ്റ് റെവല്യൂഷനെ പറ്റി പറഞ്ഞു. ഈ വർഷം ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത് ഗ്രീൻ റെവല്യൂഷനെ പറ്റിയാണ്. ഗ്രീൻ റെവല്യൂഷന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷി ദർശൻ എന്ന് പറഞ്ഞാൽ. കാരണം ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് അവർ അവയർനെസ് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കൂടുതൽ വിളകൾ നൽകുന്ന ക്രോപ്സിനെ പറ്റിയിട്ട്, അതുപോലെ വളങ്ങളെ പറ്റിയിട്ടൊന്നും ആൾക്കാർക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഗ്രീൻ റെവല്യൂഷനിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര 5 കൊല്ലത്തിന്റെ ഇടയിൽ ഇൻഡിപെൻഡന്റ് ആക്കുക, മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇവിടെ തന്നെ ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇത് 5 കൊല്ലം പഞ്ചവത്സര പദ്ധതിയിൽ അവര് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര സക്സസ് ആയി മാറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഡി ഡി കിസാനില് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അവര് കൃഷിദർശൻ എയർ ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നീട് ദൂരദർശൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ചാനലിൽ തന്നെയാണ് അവര് കൃഷിദർശൻ അവർ ലോഞ്ച് ചെയ്തതെങ്കിലും പിന്നീട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടിയപ്പോ അവര് ഡി കിസാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനല്, അഗ്രികൾച്ചറൽ ചാനല് എന്ത് ചെയ്തു, ഫാമേഴ്സിന് വേണ്ടിയിട്ട് എയർ ചെയ്യുക ചെയ്തത്. മാത്രമല്ല അവർ ഇന്ന് ഭയങ്കര ടെലിവിഷൻ കാണുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നപ്പോ ഇപ്പോ അവര് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കും മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അവര് ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അതുപോലെ അഗ്രികൾച്ചറൽ ബിസിനസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, വാട്ടർ കൺസർവേഷനെ പറ്റിയിട്ടും ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഭയങ്കര റെലവെന്റ് ആയിട്ട് ഇപ്പോഴും എയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഒരുപാട് ആളുകൾ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കൃഷിദർശൻ എന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾക്ക് വിഡ് ഭാരതി എന്താണെന്നറിയാം, കൃഷിദർശൻ എന്താണെന്നറിയാം, യുവവാണി എന്താണെന്നറിയാം, ഫൈറ്റ് എന്താണെന്നറിയാം. ഇത് നാലും നിങ്ങൾക്ക് അറിയാം. ഇത് ഏതൊക്കെ വർഷമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്നും അറിയാം. അപ്പൊ നോക്കൂ എങ്ങനെയാ വരുന്നത്. ഉത്തരം നോക്കൂ. എ എന്ന് പറഞ്ഞാല് ഓപ്ഷൻ 3 ആണ് വരുന്നത്. അതുപോലെ ബി എന്ന് പറയുന്നത് ഇവിടെ കൃഷിദർശനാണ്. അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ പാറ്റേൺ നടക്കുന്നത്. ഇത് ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ ആയത് കാരണം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ കാലഘട്ടം നടക്കുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ വർഷമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ഈ പ്രോഗ്രാം എന്തൊക്കെയാണ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇത് ലോഞ്ച് ചെയ്തത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കുറച്ച് ഗവൺമെന്റിന്റെ സ്കീമും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് എല്ലാ പ്രാവശ്യവും അവർ എല്ലാ ഗവൺമെന്റിന്റെയും സ്കീമുകളെ പറ്റി പറയാറുണ്ട്. ഇതിപ്പോ ദൂരദർശനെയും സൈറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായത് കാരണമാണ് അവരിങ്ങനെ ചോദിച്ചിട്ടുള്ളത്. സാധാരണ പിന്നെ അവർ ചോദിക്കാറുള്ളത് ഈ രീതിയിലുള്ള മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിക്കാറുള്ളത്. മെയിൻ ആയിട്ട് സൈറ്റിനെ പറ്റിയിട്ടാണ് അവർ കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സൈറ്റ് എന്ന് പറഞ്ഞാല്. അപ്പം സൈറ്റിന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻ വന്നാൽ അത് ഒരിക്കലും മിസ്സാക്കരുത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റിന്റെ ഭാഗമായിട്ട് വന്ന ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1975 സൈറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം അതിന്റെ ആ ഒരു കാലഘട്ടത്തെ 1976 ഇടയിലാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. 1 വർഷത്തോളം മാത്രമേ ആ ഒരു എക്സ്പെരിമെന്റ് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മളിവിടെ എഡ്യൂസാറ്റും ഇൻസാറ്റും ഒക്കെ അതിനുശേഷം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ സാധാരണ ചോദിക്കാറുണ്ട്. സൈറ്റിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ഇന്ത്യയിൽ കൊണ്ടുവന്ന പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഉപഗ്രഹങ്ങൾ ഏതൊക്കെയായിരുന്നു, എഡ്യൂസാറ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, എഡ്യൂസാറ്റ് എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. മനസ്സിലായോ? വിവിഡ് ഭാരതിനെ പറ്റി പറയുമ്പോ സാധാരണ നമ്മളൊരു കാര്യം നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റേഡിയോ സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഡിയോ ചാനൽ ഉണ്ടായിരുന്നു. അപ്പോ അവരുടെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ റേഡിയോ വിവിഡ് ഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. മെയിൻ ആയിട്ട് അവര് ഫിലിം സോങ്സും സ്കിറ്റ്സും ഇന്റർവ്യൂസും അതുപോലെ പബ്ലിക് സർവീസ് പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു അവർ മെയിൻ ആയിട്ട് അവർ കണ്ടന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോ വിവിഡ് ഭാരതിയും യുവവാണി റേഡിയോ വഴി അവര് എന്താ പറയാ യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവിഡ് ഭാരതി മൊത്തത്തിലൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. രണ്ടിന്റെയും ഫൗണ്ടിങ് ഇയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നോക്കൂ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് പറയൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ്
അല്ലെങ്കിൽ ആർ കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. വോൾട്ട് ഡിസ്നി ഹാസ് വൺ ഓഫ് ദ മാക്സിമം അക്കാഡമി അവാർഡ്സ്. The world's largest desert is located in Antarctica. Eye is the only organ of the body which is fully grown at the time of birth. അടുത്ത നോക്കൂ. UN was established in the year 1944. ഇതിൽ ഏതൊക്കെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയും. നിങ്ങൾ ഇതിൽ ഇങ്ങനെ അവർ ചോദ്യം ചോദിക്കും, ഇങ്ങനെ 2-3-4 സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അതിപ്പോ ഏത് ഭാഗത്ത് വേണമെങ്കിലും, ചിലപ്പോൾ സിനിമകളുടെ ഭാഗത്തുനിന്നായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 3-4 സിനിമകൾ കൊടുത്തിട്ട് ഇതിന് ഡയറക്ടർ ഇന്ന ആളാണ്, അങ്ങനത്തെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ കുറച്ച് സിനിമകളുടെ പേര് കൊടുത്തിട്ട് ഇതിൽ അക്കാഡമി അവാർഡ് നേടാത്ത സിനിമ ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ അത്തരത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ABC ഓൺലി എന്നുള്ള ഒരാൾ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. വോൾട്ട് ഡിസ്നി ഹാസ് വൺ ഓഫ് ദ മാക്സിമം അക്കാഡമി അവാർഡ്സ്. അത് ഭയങ്കര ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വോൾട്ട് ഡിസ്നിക്കാണ് ഏറ്റവും കൂടുതൽ അക്കാഡമി അവാർഡ് വാങ്ങിയിട്ടുള്ള സിംഗിൾ പേഴ്സൺ എന്നുള്ള റെക്കോർഡ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് 22ഓളം എന്തുണ്ട്, കോമ്പറ്റിറ്റീവ് ഓസ്കാർ ഉണ്ട്. മാത്രമല്ല 4 ഓണററി ആണ്. മൊത്തത്തിൽ 26 അക്കാഡമി അവാർഡാണ് അദ്ദേഹത്തിന്റെ പേരുള്ളത്. 26. അത് ഇതുവരെ ബ്രേക്ക് ചെയ്യാത്തൊരു റെക്കോർഡാണ്. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയിട്ടുള്ള സിനിമ ഏതാന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വരും. അത് ഒന്ന് വരുന്നത് ലോർഡ് ഓഫ് റിങ്സ് ആണ്, 11 ഓസ്കാർ. ടൈറ്റാനിക് വരുന്നുണ്ട്, അതിനും 11 ഓസ്കാർ ആണ്. പിന്നെ ബെൻ ഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട്, അതിനും 11 ഓസ്കാർ ആണ്. അപ്പൊ ഈ 3 സിനിമകൾക്കും 11 ഓസ്കാർ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ സിനിമ ഏതാന്ന് ചോദിച്ചാൽ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം അവർ ചോദിക്കും. അപ്പൊ ഈ 3 പേരും മറന്നു പോയത്. ലോർഡ് ഓഫ് റിങ്സിനും 11 അവാർഡ് കിട്ടിയിട്ടുണ്ട്, ടൈറ്റാനിക്കിനും കിട്ടിയിട്ടുണ്ട്, ബെൻ ഹറിനും കിട്ടിയിട്ടുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ഇൻഡിവിജ്വൽ ചോദിക്കുമ്പോൾ വോൾട്ട് ഡിസ്നിക്കാണ്. അദ്ദേഹത്തിന് 26 ഓസ്കാർ അവാർഡുകൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ളത് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ അന്റാർട്ടിക്ക. അത് യഥാർത്ഥത്തിലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ഡെസേർട്ടിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സഹാറ മരുഭൂമിയുടെ കാര്യമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആലോചിക്കുക. പക്ഷെ അത് ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ടാണ്. പക്ഷെ അതിനേക്കാളും വലിയ കോൾഡ് ആയിട്ടുള്ള ഡെസേർട്ട് വേറെ ഉണ്ട്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഏത് ഡെസേർട്ടാണെന്ന് ചോദിച്ചിട്ടില്ല. ലാർജസ്റ്റ് ഡെസേർട്ട് ഏതാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അന്റാർട്ടിക്കയിലാണ്. അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് കോൾഡ് ആണ്. അപ്പോ ഒരു 14 മില്യൺ കിലോമീറ്ററോളം അത് നീണ്ടു കിടക്കുന്നുണ്ട്. സഹാറേനേക്കാളും വലുതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ട് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സഹാറേനെ പറയാം. അപ്പൊ ഇത് പറയുന്നത് ആർട്ടിക് റീജിയനിലുള്ള ഡെസേർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ സഹാറേനേക്കാളും വലുതാണ് എന്താ പറയാ അന്റാർട്ടിക്കയിൽ കിടക്കുന്ന ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതും എന്താണ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഐ ഈസ് ദ ഓൺലി ഓർഗൻ ഓഫ് ദ ബോഡി വിച്ച് ഈസ് ഫുള്ളി ഗ്രോൺ അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടിയുടെ ശരീരത്തിൽ ഏറ്റവും അതായത് അതിന്റെ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറഞ്ഞാൽ കണ്ണാണ്. കണ്ണ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണിന്റെ മൊത്തത്തിലുള്ള ഭാഗമല്ല, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള നമ്മുടെ കോർണിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കൃഷ്ണമണി എന്നൊക്കെ പറയുന്ന ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അപ്പോ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പിന്നെ അടുത്ത നോക്കൂ, UN വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓഫ് 1944. അത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഏത് വർഷമാണ് അപ്പൊ UN എസ്റ്റാബ്ലിഷ് ചെയ്തത്? അതെ, ഒരു വർഷം തെറ്റിയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. മിക്കവാറും ഇങ്ങനെ ഇയർ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് തൊട്ടടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഇതില് 1945 UN എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവരിവിടെ കൊടുത്തിട്ടുള്ളത് 1944 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും, ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ നമ്മൾ വരുത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്,
അവർ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ UN വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ October 24, 1945. 1945 October 24 എന്ത് ചെയ്യുന്നത്, UN ഫോം ചെയ്യുന്നത്. അത് ഫോം ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് വേൾഡ് വാർ സെക്കൻഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റർനാഷണൽ ഒരു മൊത്തത്തിലൊരു കെയോസ് ആയിരുന്നു. അപ്പോൾ ഈ കയോട്ടിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിന് ഒരു പീസ് ആൻഡ് സെക്യൂരിറ്റി കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ പീസ് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് UN എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ 51 കൺട്രീസ് മാത്രമായിരുന്നു അതിലെ ഒറിജിനൽ മെമ്പേഴ്സ്. പക്ഷെ ഇന്നത് 193 മെമ്പേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ ജൂൺ 26, 1945 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ടാണ് UN എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് അവിടെയാണ്. പിന്നീട് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങോട്ട്? ന്യൂയോർക്ക് സിറ്റിയിലേക്ക്. USA ന്യൂയോർക്ക് സിറ്റിയിലേക്ക് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ UN ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ യുനെസ്കോന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാണ്? വേൾഡ് ബാങ്ക്, അതുപോലെ WHO, ഇതിന്റെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ള ചോദ്യം സാധാരണ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വേൾഡ് ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളതും, അതുപോലെ തന്നെ വേൾഡ് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആരാന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല ഇപ്പൊ ഫേസ്ബുക്ക്, അതുപോലെ എക്സ്, അതുപോലെ സ്നാപ്ചാറ്റ് തുടങ്ങിയിട്ടുള്ള ഭയങ്കര, ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര വലിയ മീഡിയ ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഇപ്പോഴത്തെ അവരെ CEO ആരാണെന്നുള്ള ചോദ്യം അതും സാധാരണ ചോദിച്ച് കാണാറുണ്ട്. അപ്പോ ഗൂഗിളൊക്കെ വരുമ്പോൾ സുന്ദർ പിച്ചയുടെ കാര്യം ഒന്നും മറന്നു പോരുത്. മിക്കവാറും എല്ലാ വർഷം ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പം പറഞ്ഞു വന്ന എത്രയേ ഉള്ളൂ. അപ്പോ ഇതിന്റെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എയും ശരിയാണ്, ഓപ്ഷൻ ബിയും ശരിയാണ്, ഓപ്ഷൻ സിയും ശരിയാണ്. ഇതിൽ ഓപ്ഷൻ ഡി മാത്രമാണ് തെറ്റായിട്ടുള്ളത്. UN 1944 മറിച്ച് 1945 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എവല്യൂഷൻ ഓഫ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്, നമ്മള് പഠിച്ചിട്ടുണ്ട് അത്. പക്ഷെ അവര് ചോദിച്ചു നോക്കൂ, ഭയങ്കര വ്യത്യാസമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഒരു എവല്യൂഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ഏതൊക്കെ വർഷമാണത്, എപ്പോഴൊക്കെയാണത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ആരൊക്കെയാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് അറിയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ നോക്കൂ, സർക്കുലർ മോഡൽ ആണ് ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സർക്കുലർ മോഡൽ എന്തായിരുന്നു? സർക്കുലർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു? അല്ലെങ്കിൽ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ മോഡൽസിന് എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് പറയൂ. അതെ, ഓസ്ഗുഡ് സ്ട്രം മോഡല് എന്തിന് എക്സാമ്പിൾ ആണ്? സർക്കുലർ കമ്മ്യൂണിക്കേഷൻ മോഡലിന് എക്സാമ്പിൾ ആണ്. അത് ഫോം ചെയ്യുന്നത് 1954 ആദ്യത്തെ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ മോഡൽ ആയിട്ടുള്ള ഓസ്ഗുഡ് സ്ട്രം മോഡല് 1954 ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് ഈ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്താന്ന് വെച്ചാൽ വേ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് അത് സംസാരിക്കുന്നത്. ലീനിയർ മോഡലില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, അതിൽ ഫീഡ്ബാക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ററാക്റ്റീവ് അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡലില്. ഇതൊക്കെ നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സുകൾ പഠിച്ചാണ്. ഓഫ്കോഴ്സ് നിങ്ങളത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യരുത്, എക്സാമിന്റെ സമയമാകുമ്പോൾ ഒന്നും കൂടി എടുത്ത് നോക്കി വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം അതുപോലെയല്ല, ലീനിയർ മോഡലിന് നേരെ ഓപ്പോസിറ്റ് ആണ് സർക്കുലർ മോഡൽ എന്ന് പറഞ്ഞാല്. അതെന്തായിരുന്നു? വേ പ്രോസസ് ആണ്. അവിടെ എന്തുണ്ട്? ഫീഡ്ബാക്ക് ഉണ്ട്, ഒരു ഓൺ ഗോയിങ് സർക്കിൾ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സെന്ററിന്റെ റിസീവറിന്റെ ഒക്കെ എന്താണ് റോളിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സേജസ് കണ്ടിന്യൂസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകളുടെ എന്താ പറയാ,
നമ്മളൊരു സോഷ്യൽ ബാരിയേഴ്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ക്യൂസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൽ നോയ്സ് ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നോയ്സിന് അതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജിൽ ഇന്റർഫിയർ ചെയ്യുന്നൊക്കെ നമ്മൾ എന്ത് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർക്കുലർ മോഡല് പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തില് സർക്കുലർ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയനാമിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന, ഡയനാമിക് ആയിട്ട് നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്ന ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ കമ്മ്യൂണിക്കേഷൻ മോഡലിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് സർക്കുലർ മോഡലിൽ പറഞ്ഞിട്ടുള്ളത്. അതില് ഫീഡ്ബാക്കും അതുപോലെ തന്നെ സെൻഡറും റിസീവറും തമ്മിലുള്ള ഇന്ററാക്ഷനെ പറ്റിയിട്ടൊക്കെ എംഫസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞ ഓസ്ഗുഡ് ആൻഡ് ഷ്രം മോഡൽ കമ്മ്യൂണിക്കേഷൻ. സർക്കുലർ മോഡലിന് എക്സാമ്പിൾ ആണ് ഓസ്ഗുഡ് ആൻഡ് ഷ്രം മോഡൽ കമ്മ്യൂണിക്കേഷൻ. 1954 എന്ത് ചെയ്യുന്നത്, അത് വരുന്നത്. സാധാരണ ഒരു കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷൻ, അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ എന്താണ് ഈ സർക്കുലർ മോഡലിന് എക്സാമ്പിൾസ് ആണല്ലേ. അപ്പോ ഇതില് ഓസ്ഗുഡ് ആൻഡ് ഷ്രം മോഡലിൽ അവരെന്താണ് പറയുന്നത്, ഇപ്പൊ സെൻഡേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിസീവേഴ്സ് അല്ലെങ്കിൽ എൻകോഡേഴ്സ് ആയിക്കോട്ടെ ഡീകോഡേഴ്സ് ആയിക്കോട്ടെ, എന്താണ് അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെസ്സേജിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ അയക്കുന്ന മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും ഇതിലൊക്കെ എന്തുണ്ട്, ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നേച്ചർ ആണ് ഓസ്ഗുഡ് ആൻഡ് ഷ്രം മോഡലിൽ പറയുന്നത്. മാത്രമല്ല ബെർണുലന്റെ ട്രാൻസാക്ഷണൽ മോഡലും, അതായത് 1970 ഇറങ്ങിയിട്ടുള്ള ബെർണുലൻഡിന്റെ ട്രാൻസാക്ഷണൽ മോഡലും എന്തിന് എക്സാമ്പിൾ ആണ്, സർക്കുലർ കമ്മ്യൂണിക്കേഷൻ മോഡലിന് എക്സാമ്പിൾ ആണ്. എന്താണ് ബെർണുലൻഡിൽ പറയുന്നത്, ബെർണുലൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അത് തന്നെയാണ് ആരും പറയുന്നത്, ഓസ്ഗുഡ് ആൻഡ് ഷ്രം മോഡലിലും പറയുന്നത്. പിന്നെ ബെർണുലൻഡിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജും ഇമോഷൻസും സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വെർബൽ ക്യൂസിനെ പറ്റിയിട്ട് നോൺ വെർബൽ ക്യൂസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോ എന്താണ് 1954 ആദ്യത്തെ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇറങ്ങുന്നത്. ഓസ്ഗുഡ് ആൻഡ് ഷ്രം മോഡൽ ആയിരുന്നു 1954. ടു സ്റ്റെപ്പ് മോഡലിനെ പറ്റിയിട്ട് ഒരു എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, എന്താ നമുക്ക് ടു സ്റ്റെപ്പ് മോഡലിനെ പറ്റി പറയാനുള്ളത്, ആരാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്? അതെ, പോൾ ലസാഫെൽഡും ബെർണാഡ് ബെർണേഴ്സണും ആണ് എന്ത്, അതുപോലെ ഹെയ്സൽ ഗോദത്ത് മൂന്ന് പേരും കൂടിയിട്ടാണ് ഏത് ഡെവലപ്പ് ചെയ്യുന്നത്, ടു സ്റ്റെപ്പ് മോഡല് ഡെവലപ്പ് ചെയ്യുന്നത്. അത് 1948 അവരത് ഫോം ചെയ്യുന്നത്. അതിലെന്താ പറയുന്നത്, അതിലെന്തായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് അതിലൊരു ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ടു സ്റ്റെപ്പില്. അതെ, ഒപ്പീനിയൻ ലീഡേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ മെസ്സേജ് ഓഡിയൻസിന്റെ ഇടയിൽ എത്തുന്നത് എന്നുള്ളതായിരുന്നു ഈ ടു സ്റ്റെപ്പില് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു എക്സ്പാൻഷൻ എന്നോണം നമ്മൾ മൾട്ടി സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോൾ ഒരു മൾട്ടി സ്റ്റെപ്പ് ചോദിക്കാം അല്ലെങ്കിൽ ടു സ്റ്റെപ്പ് ചോദിക്കാം. അപ്പം ടു സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, മാസ് മീഡിയന്ന് ആകെ നേരിട്ടിട്ട് മെസ്സേജ് എത്തുന്നത് ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ ഇടയിലാണ്. അവരാണ് യഥാർത്ഥത്തില് ആ ഒരു വിഷയത്തിൽ എക്സ്പേർട്സ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും, ജേർണലിസ്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ സോഷ്യലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. ഏതെങ്കിലും ഒരു എന്താ പറയാ ആ നാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലോ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ആ ഒരു വിഷയത്തിനെ പറ്റി, ഏത് വിഷയത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതിനെ പറ്റിയിട്ട് ഭയങ്കര ധാരണ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ മാസ് മീഡിയന്ന് ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ ഇടയിലേക്കാണ് ആദ്യമായിട്ട് മെസ്സേജ് എത്തുന്നത്, അല്ലെങ്കിൽ അവരാണ് അത് ആദ്യമായിട്ട് റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും, അത് അവർ ആക്റ്റീവ്ലി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവർ മീഡിയയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജിനെ അവരുടെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർപ്രറ്റ് ചെയ്യാൻ മീൻസ്
അവര് വേണം എന്ന് വെച്ചിട്ടല്ല, പക്ഷെ നമ്മളൊരു മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിലൊന്നും ആഡ് ചെയ്യരുതെന്ന് വിചാരിച്ചാലും അതിലെന്തുണ്ടാവും, ചെറിയ രീതിയിൽ നമ്മുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യൂസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന മെസ്സേജിന് മീനിങ്ങിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ അടുത്ത് നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ മീഡിയന്ന് മെസ്സേജ് കിട്ടുമ്പോൾ ഒപ്പീനിയൻ ലീഡേഴ്സ് അതിൽ ഇന്റർപ്രിട്ടേഷൻ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ മെസ്സേജ് അവരുടെ ഒരു സോഷ്യൽ സർക്കിളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പീനിയൻ ലീഡേഴ്സ് പറഞ്ഞാല് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കാര്യമല്ല പറയുന്നത്. മെയിൻ ആയിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു സർക്കിൾ, ഇപ്പൊ ഒരു വീട്ടിൽ ആരെങ്കിലും, ഇപ്പൊ വീട്ടിൽ അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമിലാകുമ്പോൾ ചിലപ്പോൾ ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പറയുമ്പോൾ അവിടുത്തെ ഹെഡ് മാഷ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ സർക്കിളിന്റെ കാര്യമാണ് നമ്മൾ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞത്. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ മീഡിയന്ന് കിട്ടിയിട്ടുള്ള മെസ്സേജ് ഡയറക്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സർക്കിളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത്രയാണ് നമ്മൾ എന്തിൽ പറഞ്ഞത്, ട്യൂ സ്റ്റെപ്പിൽ പറഞ്ഞത്. ആ ട്യൂ സ്റ്റെപ്പിന്റെ ഒരു എന്താ പറയാ, അതിന്റെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ ആണ് നമ്മൾ മൾട്ടി സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒക്കെ ഒരു ഇഷ്യൂ വരുമ്പോ അതുപോലെ ചാനലിൽ റിപ്പോർട്ടേഴ്സ് ഒരു ഇഷ്യൂ അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതൊക്കെ യഥാർത്ഥത്തിൽ ഒപ്പീനിയൻ ലീഡേഴ്സ് അല്ലെങ്കിൽ ടു സ്റ്റെപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് യഥാർത്ഥത്തില്. അതായത് ആക്റ്റീവായിട്ട് അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ടായിരിക്കും, എന്നിട്ട് അവര് സംഭവ സ്ഥലത്തായിരിക്കും റിപ്പോർട്ടർ നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് അവരെന്ത് ചെയ്യും, സംഭവ സ്ഥലത്ത് നിന്ന് കണ്ട ദൃശ്യങ്ങള് അവരാർക്ക് റിപ്പോർട്ട് ചെയ്യും, ആങ്കറിന് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷോ ആയിരിക്കും, അവർ ആങ്കറിന് അത് റിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ എന്നാലും ആ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബയസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ ആക്ച്വൽ നടന്ന കാര്യത്തിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷനും കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരിക്കും, അവർ റിപ്പോർട്ട് ചെയ്ത വിഷയത്തിലും ഉണ്ടായിരിക്കും. എന്നിട്ട് അത് ആങ്കർ എന്ത് ചെയ്യാണ്, പബ്ലിക്കിന്റെ അടുത്തേക്ക് എത്തിക്കുമ്പോ അതിലും പിന്നെ എന്ത് വരും, അതിൽ ചെറിയൊരു ഡീവിയേഷൻ പിന്നെയും വരും. അപ്പൊ അങ്ങനെയാണ് ടു സ്റ്റെപ്പിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അടുത്ത നോക്കൂ, ലീനിയർ മോഡലാണ്. ലീനിയർ മോഡലിന് ഒരു എക്സാമ്പിൾ പറയൂ. അരിസ്റ്റോട്ടിൽ മോഡൽ ലീനിയർ മോഡലിന്റെ എക്സാമ്പിൾ ആണ്. ഷാനൺ വീവർ മോഡലും ലീനിയർ മോഡലിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ലാസ്വെല്ലിന്റെ മോഡലും എന്താണ്, ലീനിയർ മോഡലിന് എക്സാമ്പിൾ ആണ്. എന്താണ് അതിൽ പറയുന്നത്, എന്താണ് ലീനിയർ മോഡലിൽ പറയുന്നത്? സർക്കുലർ മോഡലിൽ നിന്ന് വ്യത്യാസമായിട്ട് ലീനിയർ മോഡലിൽ എന്താണ് പറയുന്നത്? അതെ, അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ എന്തില്ല, ഇന്ററാക്ഷൻ നടക്കുന്നില്ല. അതുപോലെ തന്നെ അതെ ശരിയാണ്, അതില് ഫീഡ്ബാക്ക് ഇല്ല. വിത്തൗട്ട് ഫീഡ്ബാക്ക് ആയിരിക്കും അതില് എന്ത് നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ഏർലിയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ലീനിയറും. നമ്മൾ ലീനിയർ മോഡലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ആദ്യ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. അതിൽ വൺ വേ ആണ്, ഫീഡ്ബാക്ക് ഇല്ല. അതുപോലെ തന്നെ ഇതിനെ പറ്റി പറയുന്നുണ്ട്, നോയിസ് ആൻഡ് ബാരിയേഴ്സ് എന്ത് ചെയ്യാം, അതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് വരാം. പക്ഷെ അരിസ്റ്റോട്ടലിലൊന്നും എന്തിനെ പറ്റി പറയുന്നില്ല, നോയിസിനെ പറ്റിയിട്ടോ ബാരിയേഴ്സിനെ പറ്റിയിട്ടോ ഒന്നും പറയുന്നില്ല. അപ്പൊ അതിൽ വേറെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഷാനൺ ആൻഡ് വീവർ. അത് 1949 വന്നിട്ടുണ്ടായിരുന്നത്, 1949. അതിനുശേഷം ലാസ്വെൽ മോഡൽ വന്നിട്ടുണ്ട് 1948. അപ്പോ ഈ രണ്ട് മോഡൽ, പിന്നെ ഉള്ളത് അരിസ്റ്റോട്ടിൽ മോഡലാണ്. പക്ഷെ അത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളതാണ്. അതിന് യഥാർത്ഥത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ ബേസ് എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് അത് ലീനിയർ മോഡലാണ്. ഒരു തരത്തിലും അത് എന്തിനെ പറ്റി പറയുന്നില്ല, ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ഷാനൺ വെൻ വീവർ മോഡൽ എന്താണ്,
അത്തരത്തിൽ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഷാനൻ വീവറിൽ നോയ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എനിത്തിങ് ദാറ്റ് ഡിസോർട്സ് ദ മെസ്സേജ്. എന്ത് മെസ്സേജിനെ, അതെ മെസ്സേജിനെ എന്തൊക്കെ ഡിസോർട്ട് ചെയ്യുന്നോ അതിനൊക്കെ നമ്മൾ നോയ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലത്തെ ലാസ്വൽ മോഡൽ എന്താ പറയുന്നത്? ലാസ്വൽ മോഡൽ എങ്ങനെയായിരുന്നു? അതെ, ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് ഒരു 5 ക്വസ്റ്റ്യൻ ആയിട്ടാണ് യഥാർത്ഥത്തിൽ ലാസ്വൽ മോഡൽ വരുന്നത്. ഹൂ സേസ് വാട്ട്, ഇൻ വിച്ച് ചാനൽ, ടു ഹൂം, വിത്ത് വാട്ട് എഫക്ട് എന്നുള്ളതാണ്. അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളതാണ് ലാസ്വൽ മോഡലിൽ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു 5 ക്വസ്റ്റ്യന്റെ ബേസിലാണ് എന്ത് പറയുന്നത്, ലാസൽ മോഡൽ പറയുന്നത്. അപ്പൊ ഈ ഈ മൂന്നെണ്ണമാണ് എന്ത് ലീനിയർ മോഡലിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1949 ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ മോഡൽ ഇറങ്ങിയ വർഷം നോക്കാം. പക്ഷെ അതിന് കറക്റ്റ് ആയിട്ട് വർഷങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അത് ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അടുത്തത് വരുന്ന ഹെലിക്കൽ മോഡലാണ്. ഹെലിക്കൽ മോഡലിൽ എന്താ പറയുന്നത്? ഇപ്പൊ ലീനിയർ മോഡലിൽ നമുക്ക് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? റേഡിയോ നമുക്ക് ലീനിയർ മോഡലായിട്ട് പറയാം. അതുപോലെ തന്നെ ടി വി ബ്രോഡ്കാസ്റ്റിംഗും നമുക്ക് ലീനിയർ മോഡലായിട്ട് പറയാം. പബ്ലിക് സ്പീച്ചസ്, ഇപ്പൊ അരിസ്റ്റോട്ടൽ മോഡലിൽ പബ്ലിക് സ്പീച്ചസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. കാരണം അന്നത്തെ കാലത്ത് അത് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലൊക്കെ പബ്ലിക് സ്പീച്ചസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്താണ്, ലീനിയർ മോഡലിന് എക്സാമ്പിൾ ആണ്. അടുത്ത് നോക്കൂ, ഹെലിക്കൽ മോഡൽ. എന്താണ് ഹെലിക്കൽ മോഡല്? അത് ലെറ്ററും ലീനിയർ മോഡലിന് എക്സാമ്പിൾ ആണ്. ഹെലിക്കൽ മോഡൽ ഏതായിരുന്നു? ഹെലിക്കൽ മോഡൽ നോൺ ലീനിയർ ആയിരുന്നു. അത് ആരായിരുന്നു കൊണ്ടുവന്നത്, ആരായിരുന്നു പ്രപ്പോസ് ചെയ്തത് ഹെലിക്കൽ മോഡല്? ഡാൻസ് ആണ്. അപ്പൊ ഫ്രാങ്ക് ഡാൻസിന്റെ പേര് മറന്നു പോകരുത്. ഹെലിക്കൽ മോഡൽ എന്ന് പറയുമ്പോ തന്നെ ഡാൻസിന്റെ ഹെലിക്കൽ മോഡൽ എന്നാണ് പറയുക. 1967 എന്ത് ചെയ്യുന്നത്, അത് കൊണ്ടുവരുന്നത്. ഹെലിക്സ് ഒരു സ്പൈറൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഒക്കെയാണ് ഹെലിക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർ ടൈം അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അത് കമ്മ്യൂണിക്കേഷൻ വളരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹെലിക്സ് അതിൽ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുത്തത്. അപ്പോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവോൾവ് ചെയ്യുന്ന ഒരു ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഒരു വൺ ടൈം ഇവന്റ് ഒന്നും അല്ല എന്നാണ് ഹെലിക്കൽ അതിൽ പറയുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആണ്, ഇവോൾവ് ചെയ്യുന്നുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നിർത്തുന്നില്ല. അത് നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ആര് പറയുന്നത്, ഹെലിക്കൽ മോഡൽ പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നോൺ ലീനിയർ ആണ്. ലീനിയർ മോഡൽസിനെ പറ്റിയിട്ട് ഒരു എന്താ പറയാ, റിപ്പിറ്റേറ്റീവ് അല്ല ബട്ട് പ്രോഗ്രസീവ് ആണെന്നുള്ളതാണ് നോൺ ലീനിയറിൽ അല്ലെങ്കിൽ ഹെലിക്കലിൽ അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മുടെ പാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്യൂച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നടത്തുന്ന എല്ലാ കോൺവെർസേഷൻസും, നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസും എക്സ്പീരിയൻസും നമ്മളെ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോളജ് എക്സ്പാൻഷനെ പറ്റിയിട്ട്, ഒരു കുട്ടി ആയിരിക്കുന്ന കാലം തൊട്ട് ഒരാൾ മരിക്കുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ആണ് യഥാർത്ഥത്തിൽ ഈ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ഹെലിക്സ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താണ്, നമ്മൾ നോളജ് നമ്മൾ വളരും തോറും എന്ത് ചെയ്യുക, അതായത് നമ്മൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും തോറും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോളജും അതുപോലെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പുതിയ സ്കില്ലുകൾ നേടുന്നുണ്ട്. അതുപോലെ തന്നെ അത് റിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഫ്യൂച്ചർ ഇന്ററാക്ഷൻസ് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ ചെറിയൊരു സ്പ്രിങ് ആയിട്ട് തുടങ്ങിയത് അത് അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വീതിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാലം കഴിയും തോറും വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഹെലിക്കൽ മോഡലിൽ കമ്മ്യൂണിക്കേഷൻ അവര് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ആൻസർ ആയിട്ട് അവർ കൊടുത്തത് എന്താ നോക്കൂ. ആദ്യം വന്നത് ബി സി എ ഡി എന്നുള്ള രീതിക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്. ബി എന്ന് പറഞ്ഞാൽ ട്യൂ സ്റ്റെപ്പ്, സി എന്ന് പറഞ്ഞാൽ ലീനിയർ,
പിന്നെ സർക്കുലർ മോഡൽ, അത് കഴിഞ്ഞിട്ട് ഹെലിക്കൽ മോഡൽ വന്നു എന്നാണ് ഇവർ ഇതിൽ പറയുന്നത്. അവരിതിൽ അരിസ്റ്റോട്ടൽ മോഡൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് കാരണമാണ് അവർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അരിസ്റ്റോട്ടൽ മോഡലിനെ പറ്റിയിട്ട് അങ്ങനെ സാധാരണ ചോദിക്കലില്ല. പക്ഷെ ആദ്യമായിട്ട് വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡൽ ഏതാണ്, അതിന്റെ ബേസ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ അതിൽ ചോദിക്കാറുള്ളത് അരിസ്റ്റോട്ടൽ മോഡലിന്റെ 5 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 4 സ്റ്റെപ്പുകളെ പറ്റി, അതായത് സെൻഡർ, റിസീവർ, സോഴ്സ് എന്നുള്ള സാധനങ്ങൾ ആണ് അവർ മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് മാറിപ്പോവരുത്. ഇതിനുള്ള ഓരോ എന്താ പറയാ എക്സാമ്പിൾസും കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഇത് ആൾക്കാരുടെ പേര് പഠിച്ചു വെക്കുക. അതിൽ ഏതെങ്കിലും ഒരു റെപ്രസെന്റേഷൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മള് എന്താ പറയണ ഹെലിക്കൽ മോഡൽ നമ്മളത് അവര് സ്പൈറൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ അതൊക്കെ പഠിച്ചു വെക്കുക. അവരിങ്ങനെയൊക്കെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ മോഡലിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അവർ മിക്കവാറും ചോദിക്കുമ്പോൾ ഒരുമിച്ചിട്ടായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ഒരൊറ്റെണ്ണം ചോദിച്ചിട്ട് ഇതിന്റെ ഫൗണ്ടർ ആരാണ്, ഏത് വർഷമാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ചിലപ്പോ 2 സ്റ്റെപ്പ് ചോദിക്കുമ്പോൾ അതിലും മെയിൻ ആയിട്ടുള്ള ഫാക്ടർ ആയിട്ടുള്ള ഒപ്പീനിയൻ ലീഡേഴ്സിനെ പറ്റിയിട്ടൊക്കെ ചിലപ്പോൾ അവർ ചോദിക്കാം. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട്, ഇപ്പൊ റേഡിയോ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മോഡൽ എക്സാമ്പിൾ ആണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് തറവായിട്ട് പഠിക്കണം. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് സ്കീമിനെ പറ്റിയാണ്. അതായത് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് സ്കീമുകളാണ്. അതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്കീം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു സ്കീം? എന്നാ നിങ്ങള് ഇത് കേട്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തോളാം. ചിലപ്പോ നിങ്ങളുടെ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള പദ്ധതികൾ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ല, പക്ഷെ എന്ത് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള, അതായത് നിങ്ങൾ ഇനിയിപ്പോ വേറെ വർഷങ്ങൾക്കൊന്നും നിങ്ങൾ പോകണ്ട, അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2024 നോക്കി വെച്ച് പോവാ. നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകരിക്കും. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു എക്സാം ആണ് നിങ്ങളുടെ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവരെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ അണ്ടറിൽ അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതിനെ പറ്റിയിട്ട് നിങ്ങളിപ്പോ ഞാൻ നേരത്തെ IFFA കാര്യം പറഞ്ഞപ്പോ അത് നടത്തുന്നത് ആരാണ്? ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ആണ് അത് നടത്തുന്നത്. അപ്പൊ എന്താണ്, ഉറപ്പായിട്ട് IFFA എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ പുറത്തുനിന്ന് വരും, നമ്മുടെ സിലബസിൽ ഇല്ലാത്തത് വരും എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള രീതി, ഇതൊന്നും നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാത്ത സാധനങ്ങളായിരിക്കും. അപ്പൊ ഇതൊന്നും എന്താണ് നമുക്ക് സിലബസിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. സെൻട്രൽ ഗവൺമെന്റിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, അവരുടെ പദ്ധതികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പൊ ഇതിൽ ഓരോന്നും എന്താ നോക്കൂ, ഇതിൽ ഉത്തരം വരുന്ന ചോദ്യം ആദ്യം വായിച്ചു നോക്കൂ. Dash is an 18-month scheme after completion of a 2-month entrepreneurship development training. ഇതിൽ ഏതൊരു സ്കീമിനെ പറ്റിയിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. 18 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്കീമാണ്. എന്തിനു ശേഷം? 2 മാസത്തോളമുള്ള ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന് ശേഷമുള്ള 18 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സ്കീമാണ്. ഇതിൽ ഏതൊരു സ്കീമാണ് അത്? അപ്പൊ ഈ സ്കീം 4 അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ഓരോ സ്കീം എന്താ, ഇതിൽ ഉത്തരം വരുന്നത് PMSVA നിധി സ്കീം. അതാണ് 18 മാസത്തോളം നീണ്ടു നിൽക്കുന്ന സ്കീം എന്ന് പറയുന്നത്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന് ശേഷം 18 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് PMSVA നിധി സ്കീമാണ്. അപ്പൊ എന്താണ് PMSVA നിധി സ്കീം എന്ന് പറഞ്ഞാല്? പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. ഈ തെരുവിൽ കച്ചവടം നടത്തുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. ആത്മനിർഭർ ഭാരത് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു 2022-ലോ 2023-ലോ ആണ് ആത്മനിർഭർ സ്കീം കൊണ്ടുവരുന്നത്. അതായത് ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിനുശേഷം അതിന്റെ അണ്ടറിൽ റൂറൽ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീംസ് ആണ് മേജർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു സ്കീമാണ് എന്ത്
PM-SVA നിധി സ്കീം എന്ന് പറഞ്ഞാല് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്ന് പറഞ്ഞാൽ ആ സ്കീം എന്ന് പറഞ്ഞാല് ജൂൺ 1-നാണ് 2020 ജൂൺ 1-നാണ് അവരത് ലോഞ്ച് ചെയ്യുന്നത്. അതായത് ഏത് മിനിസ്ട്രിയാണ് ചോദിച്ചാൽ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയാണ് എന്ത് ഇത് കൊണ്ടുവരുന്നത്. അപ്പോ ഏത് മിനിസ്ട്രിന്നൊന്നുമില്ല, അവര് എല്ലാ മിനിസ്ട്രിയും ഓരോ വകുപ്പുകളും കൊണ്ടുവരുന്ന സ്കീമുകളെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊന്ന് ChatGPT-യിലോ അല്ലെങ്കിൽ DeepSeek ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക 2024 സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള മേജർ സ്കീംസ് ഏതൊക്കെയാണ്. അപ്പൊ അതിൽ ഒരുപാട് സ്കീമുകൾ വരും. അപ്പൊ അതെന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 1-2 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് അതൊന്ന് കിട്ടും. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, PM-SVA നിധി കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്, സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. COVID-19 പാൻഡമിക് വന്ന സമയത്ത്, അത് 2020-ലാണ് ഈ സ്കീം വരുന്നത് ആലോചിക്കണം. അപ്പോ COVID-19 സമയത്ത് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ. അപ്പോ അവർക്ക് വേണ്ടിയിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം കൊണ്ടുവന്നത്. അതായത് മൈക്രോ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കുക, അവർക്കൊരു 50,000 രൂപയോളം അവർക്ക് ക്യാപിറ്റൽ ലോൺ കൊടുക്കുക. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് ആദ്യം 10,000 രൂപ, പിന്നെ 20,000, പിന്നെ മൂന്നാമതായിട്ട് അവർക്ക് 50,000 രൂപ കൊടുക്കുക. അങ്ങനെയൊക്കെയായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ പലിശ ഭയങ്കര കുറവായിരുന്നു, അവർക്ക് സബ്സിഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇവർക്ക് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇപ്പൊ UPI ആപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പൊ അതായത് നമുക്ക് QR കോഡൊക്കെ കാണാം. ഇപ്പൊ നമ്മൾ ഏത് തെരുവിൽ കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് പോയാലും അവരുടെ അടുത്ത് നമുക്ക് QR കോഡ് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ QR കോഡ് അതൊക്കെ അവര് ഈ പറയുന്ന PM-SVA നിധി സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പദ്ധതി വഴി എന്ത് കിട്ടുന്നറിയോ, അവർക്ക് ഇങ്ങനെ എന്താ പറയാ QR കോഡൊക്കെ ഉപയോഗിച്ചിട്ട് UPI വഴി പേയ്മെന്റ് നടത്തുമ്പോൾ അവർക്ക് മാസമല്ല, ഒരു കൊല്ലം അവർക്ക് 1,200 രൂപ വെച്ചിട്ട് ഈ ഡിജിറ്റൽ പേയ്മെന്റ്സിന് ക്യാഷ് ബാക്ക് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതില് 2020 മാർച്ച് 24-ന് മുന്നേ എന്ത് ചെയ്യേണ്ടി വരും, സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ പദ്ധതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഇത് കിട്ടുള്ളൂ, അതിന്റെ ഉപയോഗം കിട്ടുള്ളൂ. 2020 മാർച്ച് 24-ന് മുന്നേ സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ലെങ്കിൽ അതിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ആൾക്കാർ. കാരണം ജൂണിലാണ് ഈ പദ്ധതി വരുന്നത്. അപ്പോ അങ്ങനെ പെട്ടെന്നൊന്നും കയറി ഞാൻ സ്ട്രീറ്റ് വെൻഡർ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരുമൊന്നുമില്ല. അതിന് അവർക്ക് എന്ത് വേണം, ഏതെങ്കിലും ഇപ്പൊ പഞ്ചായത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷന്റെ അണ്ടറിലാണ് അവർ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവർക്കൊരു സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ ഒരു ഐഡന്റിറ്റി കാർഡൊക്കെ ഉണ്ട്. അതുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോ 50 ലക്ഷത്തോളം സ്ട്രീറ്റ് വെൻഡേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PM-SVA നിധി സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പാൻഡമിക്കിന് ശേഷം അവർക്ക് അവരുടെ ബിസിനസ്, ഏത് ബിസിനസ് ആയിക്കോട്ടെ, അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലോൺ കൊടുക്കുക, അതൊക്കെ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് ഫിനാൻഷ്യലി അവരെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക, അതുപോലെ തന്നെ അവർക്ക് ഡിജിറ്റൽ ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇതൊക്കെയായിരുന്നു അതിന്റെ ഒരു ഇമ്പാക്ട് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അതാണ് എന്ത് പറഞ്ഞാല് PM-SVA നിധി സ്കീം എന്ന് പറഞ്ഞാല് സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്. അടുത്തത് നോക്കൂ, PM-FME സ്കീം. അതെന്താണ്, അതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതും എന്താണ് ഈ ഒരു കാലഘട്ടം, അതായത് ഇതും ഈ ഒരു 4 അവര് പാൻഡമിക്കിന് ശേഷം വന്ന ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അതായത് ആ സമയത്ത് ചെറിയ ചെറിയ തൊഴിൽ കച്ചവടക്കാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓണ്ടർപ്രണേഴ്സിനൊക്കെയാണ് പാൻഡമിക് യഥാർത്ഥത്തിൽ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ തരത്തിലുള്ള സ്കീമുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ PM-FME എന്ന് പറഞ്ഞാല് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല്. അത് ജൂണിലാണ്, ഈ പറഞ്ഞ പോലെ ജൂൺ 2020-ലാണ് അത് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആണ് അത് കൊണ്ടുവന്നത്. അതായത് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാല് മൈക്രോ ഫുഡ് പ്രോസസിംഗ് ഓണ്ടർപ്രണേഴ്സിന് അവർക്ക് ഫിനാൻഷ്യലി അവരെ സ്റ്റേബിൾ ആക്കുക, അവർക്ക് ഫിനാൻഷ്യലായിട്ടും ടെക്നിക്കലായിട്ടും അതുപോലെ ബിസിനസ് പരമായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഈ ഒരു സ്കീം വഴി അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവര് 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ലോക്കൽ ആയിട്ടുള്ള ഫുഡ് ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജില്ലയില്
ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ലോക്കലായിട്ട് ഓണ്ടർപ്രണർ അവർ ഏതെങ്കിലും ഒരു ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യാം, അവർ ആ രീതിയിൽ എന്തെങ്കിലും ഒരു എന്റർപ്രൈസസ് തുടങ്ങുക. അപ്പൊ അവർക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ അവർക്ക് ടെക്നിക്കലി എന്ത് ചെയ്യുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ എന്താ പറയാ ഈ ചെറിയ രീതിയിലുള്ള മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ കൊടുക്കുന്ന നമ്മള് കുഞ്ഞി ചെറിയ പാൽ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ നമ്മള് ചെറിയ ചെറിയ ഫുഡ് പ്രോസസ്സിംഗ്, ഇപ്പൊ നമ്മൾ ചെറിയ പാക്കറ്റിലൊക്കെ വരുന്ന കുഞ്ഞു അച്ചാർ യൂണിറ്റുകള് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. അതായത് ഭയങ്കര ലോക്കലായിട്ട് അധികം ഇൻകം ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അധികം ഫണ്ടിങ് ഒന്നും ഇല്ലാത്ത കുഞ്ഞി ആയിട്ടുള്ള എന്റർപ്രൈസസിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് 10 ലക്ഷത്തോളം ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. സബ്സിഡി വഴിയാണ് അവർ കൊടുത്തിട്ടുള്ളത്. 31% എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പലിശ ഇളവ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രാൻഡിങ്ങിനും അവരുടെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്കീമാണത്. അപ്പൊ അത്തരത്തില് എന്റർപ്രണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്കീം വഴി സഹായം കിട്ടും. അപ്പൊ രണ്ടാമത് പറയുന്നത് PM ഉമ്മീദ് മിത്ര സ്കീം. അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അൺലീഷിംഗ് മൈക്രോ എന്റർപ്രൈസസ് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് സ്കീം. ശരിക്കും പറഞ്ഞാൽ അത് ഒഫീഷ്യലി ഇതുവരെ അത് ലോഞ്ച് ചെയ്തിട്ടില്ല. മറ്റേതൊക്കെ ജൂണില് 2020 ലോഞ്ച് ചെയ്താണെന്നുണ്ടെങ്കിൽ PM ഉമ്മീദ് മിത്ര എന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്യാത്ത ഒരു സ്കീമിനെ പറ്റിയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ലോഞ്ച് ചെയ്യാത്ത ഒരു സ്കീമിനെ പറ്റിയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തന്നെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ആയിരിക്കും അവർ ഈ തരത്തിലുള്ള സ്കീമിനും കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. അത് സ്റ്റുഡൻസിന്റെ ഇടയിൽ എത്തിക്കണം എന്നുള്ള രീതിക്കാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, അവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പം ഒഫീഷ്യലി ഇതുവരെ അവർ ലോഞ്ച് ചെയ്തിട്ടില്ല. അത് ഒരു പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചാല് ഈ ചെറിയ ബിസിനസ്സുകാരേനും ഓണ്ടർപ്രണേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, അവരെ എയിം ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു PM ഉമ്മീദ് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റേത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് PMFME എന്ന് പറഞ്ഞാല് മൈക്രോ ഫുഡ് എന്റർപ്രൈസസിനാണെന്നുണ്ടെങ്കിൽ ഇതിലെ എല്ലാ ലോക്കൽ ആയിട്ടുള്ള എന്റർപ്രണേഴ്സിനെയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അവർക്ക് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റ് ആക്സസ് ആയിക്കോട്ടെ, ആ രീതിയിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അവർക്കൊരു തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളതാണ് അതിന്റെ വേറൊരു കാര്യം. മാത്രമല്ല ഇക്കണോമിക്കലി ലോവർ ആയി കിടക്കുന്ന ആൾക്കാരെ എംപവർ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് അവരുടെ ഫോക്കസ് പറഞ്ഞത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അത്ര മാത്രമേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളൂ, കാരണം ഇതുവരെ ലോഞ്ച് ചെയ്യാത്ത ഒരു പ്രോഗ്രാം ആയത് കാരണം. പിന്നെ അടുത്ത് പറയുന്നത് PM മിത്ര സ്കീം. PM മിത്ര എന്ന് പറഞ്ഞാല് മെഗാ ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ ആൻഡ് അപ്പാരൽ എന്നാണ്. അപ്പോ PM മിത്ര പാർക്ക് സ്കീം എന്നാണ് അതിനെ പറ്റിയിട്ട് അറിയപ്പെടുന്നത്. ഒക്ടോബർ 2021 അത് ലോഞ്ച് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ സ്കീം കൊണ്ടുവരുന്നത്. അവരൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്താന്ന് പറഞ്ഞാല് ഒരു 7ഓളം വരുന്ന മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് ഇന്ത്യ ഒട്ടാകെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. 7ഓളം വരുന്ന ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ പാർക്കുകൾ ഇന്ത്യയിൽ മുഴുവൻ, അത് നോർത്തിലും സൗത്തിലും ഒക്കെ ആയിട്ട് 7എണ്ണം എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഒരു ഗ്ലോബലി ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യനെ മാറ്റുക. ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഗ്ലോബൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യനെ മാറ്റുക എന്നുള്ളതാണ് അതിന്റെ വേറൊരു ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു 10,000 ഏക്കറോളം സ്ഥലത്താണ് ഓരോ പാർക്കും, 7എണ്ണം വരും എന്ന് പറഞ്ഞു. ഓരോ പാർക്കും 10,000ഓളം ഏക്കറിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ജോലി സാധ്യതകളുമാണ് അവർ ഈ സ്കീം വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത്തരത്തില് ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന ടെക്സ്റ്റൈൽ മാനുഫാക്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു ഉദ്ദേശം എന്താ വെച്ചാല് കോവിഡ് പാൻഡമിക്കിന്റെ സമയത്തൊക്കെ ടെക്സ്റ്റൈൽ ജോലിക്കാരൊക്കെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മളിപ്പോ ഇത്തരത്തിലുള്ള ടെക്സ്റ്റൈൽ ഷോറൂമും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം ആൾക്കാർ കൂടുതലായിട്ടും ഒന്നല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റുഡിയോ ട്രെൻഡ്സ് അതുപോലെ തന്നെ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തുടങ്ങിയിട്ടുള്ള ഷോപ്പുകളിൽ മാത്രം പോകുന്നുണ്ട്. മിക്കവാറും യൂത്തിനെ അവർ എയിം ചെയ്തുകൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള സ്കീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിലുള്ള ലോക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റൈൽ
വെൻഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, PM മിത്ര സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സ്കീമുകളെ പറ്റിയൊരു ധാരണ കിട്ടിയോ? ഇത്തരത്തിൽ ഒരുപാട് സ്കീമുകളും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. 2023-24 കാലഘട്ടങ്ങളിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2024 എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോവാ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയും. ഇപ്പൊ ഞാൻ നേരത്തെ സ്കീമുകളെ പറ്റി സംസാരിച്ചത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നോ? നമുക്കൊരു ധാരണ കിട്ടിയിരുന്നു എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. ചിലപ്പോ ഏതെങ്കിലും സ്കീമിന്റെ പേര് കൊടുത്ത് അതിന്റെ ഫുൾ ഫോം ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020? NEP 2020 പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് NEP. ഏതെങ്കിലും രീതി ഇപ്പൊ ഒരു അവരിപ്പോ ഏതെങ്കിലും രീതിക്കായിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഇപ്പൊ അവർ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ചെയർമാനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അവർ വേറെ ഏതെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, അതായത് അവർ കൊണ്ടുവരാൻ NEP വഴി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു മാറ്റങ്ങൾ 3 കൊടുക്കും. അവര് NEPയുടെ മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്ഷൻസ് കൊടുക്കും, ഒബ്ജക്റ്റീവ്സ് കൊടുക്കും. അതിലവർ ചിലപ്പോൾ അതിൽ ഇല്ലാത്ത NEP പോളിസിയിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരെണ്ണം കൂടി കൊടുക്കും. എന്നിട്ട് അവർ ചോദിക്കും ഇതിൽ ഏതാണ് ഓട് വൺ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ NEPനെ പറ്റിയിട്ട് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. എന്നിട്ട് സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2-3 ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലാണ് NEP എന്നൊക്കെ അവർ ചോദ്യം ചോദിക്കുക. ഇവിടെ അതിന്റെ ഉത്തരം വരുന്നത് Dr. K. കസ്തൂരിരംഗനാണ്. എന്തിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാല് എഡ്യൂക്കേഷൻ പോളിസി 2020, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020യുടെ ചെയർമാൻ എന്ന് പറഞ്ഞത് Dr. K. കസ്തൂരിരംഗനാണ്. എന്താണ് യഥാർത്ഥത്തിൽ NEP എന്ന് പറഞ്ഞാല്? ഭയങ്കരമായിട്ട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു സ്കീം, ഒരു പോളിസിയാണ്. എന്താണ് NEP എന്ന് പറഞ്ഞാല്? ഫോർ-ഇയർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവര് അതിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന അവരുടെ ഒരു എയിം മാത്രമാണ്. NEP എന്ന് പറഞ്ഞാൽ 4-ഇയർ ഡിഗ്രി മാത്രമല്ല, മൊത്തത്തില് ഇന്ത്യയിൽ ഇപ്പൊ അതായത് ഇതുവരെ നിലനിന്ന് പോരുന്ന നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്. അതായത് ഓരോ സിസ്റ്റവും നിലനിൽക്കുന്നത് ഓരോ പോളിസിയുടെ ഭാഗമായിട്ടാണ്. അപ്പോ ഇപ്പൊ ഇതുവരെയായിട്ട് ഉണ്ടായിരുന്നത് 1986 അവസാനത്തെ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1986 അവസാനത്തെ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് 2020. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ പോളിസി എന്നൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് ഒരുപാട് മാറ്റങ്ങളാണ് അവരിതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ കരിക്കുലത്തിൽ നിന്നൊക്കെ മാറിയിട്ട്, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചറിന്ന് മാറിയിട്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് NEP വന്നിട്ടുള്ളത്. അപ്പൊ ഈ 4 വർഷ ഡിഗ്രി ഒക്കെ നമുക്ക് ഒരിക്കലും നമ്മൾ ഒരു കാലത്ത് ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം 3 വർഷ ഡിഗ്രിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ 4 വർഷം എന്ന് പറഞ്ഞത് ഇപ്പൊ വേറെ ഡിഗ്രീസിനൊക്കെയാണ് ഇപ്പൊ MBBS അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സൈക്കോളജി ഒക്കെ പറയുമ്പോഴാണ് അവർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ 4 വർഷത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ 5 വർഷം 4 വർഷം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അതല്ലാണ്ട് മൊത്തത്തിലെല്ലാം കൂടി ഒരു 4 വർഷ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് NEP-യിൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് അതുവരെയുള്ള ഇന്ത്യയിൽ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്യുക,
റീപ്ലേസ് ചെയ്യുക. അതായത് 1986 കൊണ്ടുവന്ന NEP പോളിസീനെ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാണ് എന്ത് ചെയ്തിട്ടുള്ളത്, NEP 2020 ചെയ്തിട്ടുള്ളത്. അതായത് സ്കൂൾ എഡ്യൂക്കേഷനിൽ ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളെ 10+2 സിസ്റ്റം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് പുതുതായിട്ട് 5+3+3+4 എന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണ് അവർ NEP 2020 ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യത്തെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ്, അതായത് 5 കൊല്ലം, അതൊരു പ്രീ സ്കൂൾ ആയിട്ടാണ് അവർ കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് 3 കൊല്ലത്തെ, അതായത് ഗ്രേഡ് 3 to 5, ഒരു 3, 4, 5 അങ്ങനെ. അതായത് 1, 2 കഴിഞ്ഞാല് പിന്നെ വരുന്നത് 1, 2 ഒക്കെ അവർ ഏതിലും ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ പ്രീ സ്കൂളിലാണ്. അപ്പൊ നമ്മളിപ്പോ പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ LKG UKG ഒക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ അംഗനവാടിയൊക്കെയാണ് നമ്മൾ പ്രീ സ്കൂൾ പറയുന്നത്. പക്ഷെ ഇവര് പ്രീ സ്കൂൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത് 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ഒക്കെ അവര് പ്രീ സ്കൂളാണ്. അതായത് 5 കൊല്ലത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, പ്രീ സ്കൂളാണ് അവർ പറയുന്നുണ്ട്. അതിന് ശേഷമാണ് എന്ത് പറയുന്നത്, പ്രിപ്പറേറ്ററി സ്റ്റേജ് വരുന്നത് 3 വർഷത്തെ, 3, 4, 5 ക്ലാസ്സുകൾ. അത് കഴിഞ്ഞിട്ട് മിഡിൽ സ്റ്റേജ് ആണ്, അതും 3 കൊല്ലാണ്. അതായത് ഗ്രേഡ് 6 to 8, 6 തൊട്ട് 8-ാം ക്ലാസ് വരെ മിഡിൽ സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി സ്റ്റേജ് വരുന്നത്, 4 വർഷം, അതായത് 9 to 12. അപ്പോ എന്തില്ല, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നുള്ള വ്യത്യാസം ഇല്ലാണ്ട് എല്ലാം കൂടെ ഒന്നാവാൻ വേണ്ടി പോവുകയാണ്. എന്ത്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് +1 +2 ഇങ്ങനെ ഹയർ സെക്കൻഡറി എന്നുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതൊക്കെ മാറുകയാണ്. അതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് കുട്ടികളെ അംഗനവാടി തൊട്ട് തന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പ്രീ പ്രൈമറി സ്കൂൾ വരെ എന്ത് ചെയ്യുക, അവർക്ക് അപ്പോഴേ എഡ്യൂക്കേറ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതുകൊണ്ടാണ് അവർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മദർ ടങ്ങിനെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് 5-ാം ക്ലാസ് വരെ മദർ ടങ് ഉപയോഗിക്കുക. അതായത് ഇംഗ്ലീഷിന് നമ്മുടെ രാജ്യത്തുള്ള ഒരു നമ്മളിപ്പോ ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണല്ലോ ഇപ്പൊ ഒരുപാട് സ്ഥലത്തൊക്കെ. അപ്പൊ അത് മാൻഡേറ്ററി അല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യാം, മദർ ടങ്ങിനെ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പൊ വേറെ പറയുന്നത്, ഇപ്പൊ കുട്ടികൾക്ക് വേണമെങ്കിൽ അവർ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് ആർട്സോ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ ഏത് വേണമെങ്കിലും അവർക്ക് മിക്സ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അവർ പഠിക്കേണ്ട സബ്ജക്റ്റ് അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ വേറൊരു കാര്യം. അല്ലാണ്ട് നമ്മൾ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ, ഇപ്പത്തെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രീം ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ഏത് വിഷയം, താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ബാഗ് ഇല്ലാത്ത ബാഗ്ലെസ് ഡേയ്സ് ഒക്കെയാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് 6-ാം ക്ലാസ് തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ എക്സ്പെരിമെന്റൽ ലേണിംഗ് ആണ് അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിയറീസ് മാത്രം പഠിക്കാതെ അവർ കുറച്ചും കൂടി എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സ്കൂളിംഗ് ആയിരിക്കും ഇനി തൊട്ട് ഉണ്ടാവുക 6-ാം ക്ലാസ് തൊട്ട്. പിന്നെ പറയുന്നത് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സിസ്റ്റം ആണ്. അതായത് സ്റ്റുഡൻസിന് എപ്പോ വേണമെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാനോ എപ്പോ വേണമെങ്കിലും കോഴ്സിൽ റീജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും കോഴ്സ് എക്സിറ്റ് ആയി പോവാനോ ഒക്കെ പറ്റും. നമുക്ക് ഇപ്പൊ നമ്മളൊരു കോഴ്സ് നമുക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡിഗ്രിക്ക് ഇപ്പൊ പകുതിക്ക് സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ. പക്ഷെ NEP പറയുന്നത് ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കോളേഴ്സിന് അല്ലെങ്കിൽ അവർക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കോഴ്സിൽ ഒരു വട്ടം ജോയിൻ ചെയ്ത് അവർക്ക് എപ്പോ വേണമെങ്കിലും അതിന് എക്സിറ്റ് ആയി പോകും. പിന്നീട് അവർക്ക് എപ്പോ വേണമെങ്കിലും നിർത്തിയെടുത്ത് തന്നെ റീജോയിൻ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പറയുന്നത് യൂണിവേഴ്സിറ്റീസ് മൊത്തത്തിൽ ഒരു ലിങ്ക് ഉണ്ടാക്കും. അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആയിരിക്കും, കൂടുതൽ ലിബറൽ ആയിട്ടുള്ള ആർട്സിനും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേണിംഗ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് MPhil ആണെന്നുണ്ടെങ്കിൽ, MPhil എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല MPhil ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. MPhil എന്നുള്ള കോഴ്സ് 2022 സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. NEP 2020 വന്നതിന് ശേഷം 2020 ജോയിൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ 2022 വരെ 2 വർഷമായിരുന്നു MPhil കോഴ്സ് ഉണ്ടായിരുന്നത്. അത് PG കഴിഞ്ഞതിന് ശേഷം PhDക്ക് മുന്നായിട്ട് ആൾക്കാർക്ക് ഒരു റിസർച്ചിന്റെ ഒരു ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയാണ് MPhil കോഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2020 MPhil ജോയിൻ ചെയ്ത ആൾക്കാർക്ക് 2 കൊല്ലം, അത് 2021, 2022 അത് കംപ്ലീറ്റ് ആക്കാനുള്ള സമയം കൊടുത്തിട്ട് 2022 എന്ത് ചെയ്തു, അവർ MPhil കോഴ്സ് നിർത്തലാക്കി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, മാസ്റ്റേഴ്സ് കഴിഞ്ഞ കുട്ടിക്ക് എന്ത് ചെയ്യാൻ, ഡയറക്റ്റ് ആയിട്ട് PhDക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായി. MPhil ചെയ്താൽ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കുട്ടികളൊക്കെ PG കഴിഞ്ഞതിന് ശേഷം MPhil പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പൊ അവരെന്താക്കി,
എംഫിൽ നിർത്തലാക്കിയതോടുകൂടി കുട്ടികൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റി, PhD-യിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റി. അതാണ് അതിൽ വേറൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്, മൊത്തത്തിലുള്ള ഒരു എഡ്യൂക്കേഷന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ പൊളിച്ചു മാറ്റിയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ചെറിയൊരു കാര്യമാണ് കേട്ടോ NEP-നെ പറ്റിയിട്ട്. അതൊന്നും അല്ല, ഭയങ്കര വൈഡ്, ഐ മീൻ അത് മാത്രമല്ല ഭയങ്കര വൈഡായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് യഥാർത്ഥത്തിൽ NEP എന്ന് പറഞ്ഞാല്. അപ്പോ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. നോക്കൂ, അടുത്ത ചോദ്യം നോക്കൂ. ഐഡന്റിഫൈ ദ സ്കോളർ അസോസിയേറ്റഡ് വിത്ത് റിസപ്ഷൻ തിയറി. സ്റ്റുവർട്ട് ഹോൾ. ഞാൻ പറയുന്നത് റിസപ്ഷൻ തിയറിനെ പറ്റി പറയുമ്പോൾ സ്റ്റുവർട്ട് ഹോളിന്റെ പേര് നിങ്ങൾ മറന്നു പോകരുത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റുവർട്ട് ഹോൾ. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിച്ച് വെക്കുക. അപ്പം റിസപ്ഷൻ തിയറിയിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഓഡിയൻസ് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ മീനിങ് മേക്കിങ്ങിൽ കോൺസ്റ്റന്റ് ആയിട്ട് ആക്റ്റീവ്ലി അവരെങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്, റിസപ്ഷൻ തിയറിയിൽ പറയുന്നത് അല്ലേ. അതായത് ഇപ്പൊ ഒരു മീനിങ്ങോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ആരുടെ കയ്യിലാണ് അതിന്റെ മീനിങ് ഇരിക്കുന്നത്, യഥാർത്ഥത്തിൽ റിസീവ് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് അതിന്റെ മീനിങ് ഇരിക്കുന്നത് എന്നുള്ളതാണ് റിസപ്ഷൻ തിയറിയിൽ പറയുന്നത് അല്ലെ. അല്ലാതെ അത് എൻകോഡ് ചെയ്ത് അയച്ച ആൾക്ക് എന്ത് ചെയ്യും, അത് അയച്ചു കഴിയുന്നതോടുകൂടി അയാളുടെ റെസ്പോൺസിബിലിറ്റി തീരുകയാണ്. അതിനുശേഷം അതിൽ എന്ത് തരം മീനിങ് ആണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ മെസ്സേജിന്റെ മീനിങ് കിടക്കുന്നത് എന്നുള്ളത് അത് റിസീവ് ചെയ്ത റിസീവറിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല അവരുടെ സോഷ്യൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടായിരിക്കും എന്ത് കിടക്കുന്നുണ്ടാവുക, ആ മെസ്സേജിന്റെ മീനിങ് കിടക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ റിസപ്ഷൻ തിയറി പറയുമ്പോൾ സ്റ്റുവർട്ട് ഹോളിന്റെ പേര് മറന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റുവർട്ട് ഹോൾ ആണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാല്. അടുത്ത നോക്കൂ. ദ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഏത് വർഷമാണ്? 1956. 1952 ആണ്, 1956 അല്ല കേട്ടോ. എനിക്ക് വരെ കൺഫ്യൂഷൻ ആയിപ്പോയി. 1952 ആണ്, അത് മാറിപ്പോയത് 1952. അതിനുശേഷം വന്നൊരു ഓർഗനൈസേഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം IFFI ഫോം ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1952 ആണ് കേട്ടോ, 1956 അല്ല. ഓപ്ഷൻ 4 അല്ല, ഓപ്ഷൻ 2 ആണ്. നോക്കൂ. ദ ടേം ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ വാസ് കോയിൻഡ് ബൈ. ആരാണ് ദ ടേം ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ കോയിൻ ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. വിൽബർ ഉണ്ട്, മാർഷൽ മക്ലൂഹൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആൾക്കാരാണ്. നോറ സി ക്യൂബൽ ഉണ്ട്, ഹെറോൾഡ് ലാസ്വെൽ ഉണ്ട്. ഇപ്പൊ നോറയെ പറ്റി മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവാത്തുള്ളൂ. ബാക്കി 3 പേരെ പറ്റിയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആരാണ് ഡെവലപ്മെന്റ്, നിങ്ങൾക്ക് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ പേപ്പർ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ പേപ്പർ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് സിലബസിൽ? എന്നാൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥത്തിൽ ഇതൊക്കെ PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥത്തിൽ ഡിഗ്രി കുട്ടികൾക്ക് ഇല്ല, PG പഠിക്കുന്ന കുട്ടികൾക്കാണ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അപ്പൊ നോക്കൂ, അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേര് കോയിൻ ചെയ്തത് നോറയാണ്. നോറ സി ക്യൂബ്രൽ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ വരാത്ത ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ടെൻഷൻ അടിക്കണ്ട, അവര് ഭയങ്കരമായിട്ട് അങ്ങനെ ചോദിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് റയർ ആയിട്ട് കണ്ട കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ നോറയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ട്. ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീഡിയ ഉപയോഗിച്ചിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മള് സൈറ്റിനെ പറ്റി പറഞ്ഞില്ലേ, സൈറ്റ് ഒരു രീതിയിൽ എന്തായിരുന്നു ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് റൂറൽ ഏരിയാസിലെ ആളുകൾക്ക് എന്ത് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലിവിഷൻ എക്സ്പെരിമെന്റ് തന്നെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട്
മീഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഏത് തരത്തിലുള്ള മീഡിയ ആയിക്കോട്ടെ, ഇപ്പൊ റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള മീഡിയ ആയിക്കോട്ടെ, ഈ മീഡിയകളൊക്കെ ഉപയോഗിച്ചിട്ട് രാജ്യത്ത് ഡെവലപ്മെന്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവര് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ടേം കോയിൻ ചെയ്ത് നോറയാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കൂ, അക്കോർഡിംഗ് ടു എംക്വയർ, the sequence of communication factors that would make a successful persuasion. ഒരു സക്സസ്ഫുൾ പെർസുവേഷൻ ഉണ്ടാക്കാൻ കമ്മ്യൂണിക്കേഷന്റെ ഫാക്ടേഴ്സിന്റെ സീക്വൻസ് ഏതാന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ണടച്ചിട്ട് ഇപ്പൊ ഒരാളുടെ പേരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, പക്ഷെ അത് ഫിലോസഫർ ആണ് അദ്ദേഹം. പക്ഷെ ആരുടെ പേര് കൊടുത്താലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ഒരാൾ പറയും എന്തായിരിക്കും ആ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാല്? സോഴ്സ്, മെസ്സേജ്, ചാനൽ, റിസീവർ. അതെ, അതാണ് യഥാർത്ഥത്തില് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ. ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് പറയുന്നൊന്നുമില്ല, പക്ഷെ നോക്കൂ, ഈ ഒരു 4 ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 ഫാക്ടേഴ്സ് ആണ് ഈ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ എന്താണ്? സോഴ്സ് ഉണ്ട്, അതുപോലെ മെസ്സേജ് ഉണ്ട്, ചാനൽ ഉണ്ട്, റിസീവർ ഉണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു സീക്വൻസിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് വേറെ രീതിയിൽ ചോദിക്കാം, അരിസ്റ്റോട്ടിൽ മോഡലിന്റെ സീക്വൻസിന്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാം ലാസ്വെല്ലിന്റെ ചോദിക്കാം. ഇങ്ങനെയൊക്കെയാണ് അവർ സാധാരണയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള 4 ഓർഡർ എന്ത് ചെയ്യരുത്, നിങ്ങൾ മറന്നു പോകരുത്. സോഴ്സ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്, ചാനൽ ഉണ്ട്, റിസീവർ ഉണ്ട്. ആദ്യം സോഴ്സ് ഉണ്ട്, മെസ്സേജ് എന്ത് ചെയ്യുന്നു, ചാനൽ വഴി റിസീവറിന്റെ ഇടയിലേക്ക് എത്തുന്നു. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ. പിന്നെയാണ് അത് ഡെവലപ്പ് ചെയ്ത് അതിൽ നോയ്സ് ഒക്കെ വരുന്നത്, ഫീഡ്ബാക്ക് വരുന്നത്. അതൊക്കെ ലേറ്റർ ആണ്, ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം. കമ്മ്യൂണിക്കേഷൻ മീഡിയയിലൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായതിനു ശേഷമാണ് നോയ്സിനെ പറ്റിയിട്ട്, ഫീഡ്ബാക്കിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ മെൻഷൻ ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ എന്തായിരുന്നു, ഈ 4 ആയിരുന്നു. ബേസിക് ആണ്, 4 മറന്നു പോകരുത്, അതിന്റെ ഓർഡർ മറന്നു പോകരുത്. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ഇനി അത് മാത്രമല്ല, ഞാൻ കുറച്ചധികം നിങ്ങൾക്ക് ഇതില് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സമയമില്ല. നിങ്ങൾ ഈ ഒരെണ്ണം കൂടി നോക്കൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഫിലിം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്ന സിനിമയുടെ പേരെന്താന്നുള്ള ചോദ്യം. ഏതാണ് അതില്? രാജ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തുള്ളത്, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ സിനിമ. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച സിനിമ രാജ ഹരിശ്ചന്ദ്രയാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ടോക്കി ഫിലിം ഏതാണ്? അലമാര. അലമാരയാണ് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ടോക്കി ഫിലിം എന്ന് പറഞ്ഞാല് അലമാരയാണ്. അതിനുശേഷം കളർ സിനിമ വരുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് ഒരുപാട് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ സിനിമകളും കാര്യങ്ങളും മറന്നു പോകരുത്. പിന്നെ ഇന്ത്യയുടെ സിനിമയുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ ആരായിരുന്നു? ഫാൽക്കെയാണ്. അതായത് സർ ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അതൊന്നും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷൻ ഉള്ളത്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കിട്ടും. നാളത്തോടു കൂടി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. സെഷൻ 4ന്റെയും സെഷൻ 5ന്റെയും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല? ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്താ കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ നോട്ടായിട്ടാണോ വേണ്ടത്, അതോ നിങ്ങൾക്ക് PPT മാത്രം മതിയോ?
അതായത് നിങ്ങൾക്ക് ഇതിന് നോട്ട് നിങ്ങൾക്ക് തരാത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ്സിൽ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, കാര്യങ്ങൾ മീൻ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ അങ്ങനെ ഓക്കെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെയാണ് ഞാൻ അതിൽ PPT കൊടുത്തിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതും. അപ്പൊ ബാക്കി ടീച്ചേഴ്സ് എങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ നോക്കുക, എങ്ങനെയാണ് ഒരു ടോപ്പിക് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ മോഡലിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ നോട്ട് വെച്ച് പഠിക്കുമ്പോൾ ഇതിന്ന് ഈ ഭാഗത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും, അപ്പൊ ഞാൻ ഈ പോയിന്റ് നോക്കി വെക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ക്വസ്റ്റ്യന്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നിങ്ങളെ മുന്നിൽ വേറൊരു പാറ്റേൺ ഇട്ട് തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പാറ്റേൺ കണ്ട് ശീലിക്കുക, അത് വായിച്ച് ശീലിക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ടൈം കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് ബാക്കി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അത് വായിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേണുകൾ, അതുപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ എന്ത് ചെയ്യാം, അങ്ങനെ ഒരുപാട് മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യണം. മാച്ച് ദ ഫോളോയിങ് ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ആ സീക്വൻസ് കണ്ടുപിടിക്കാനൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ഒരുപാട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ആ ടെൻഷനും കാര്യങ്ങളും മാറുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം, നമ്മുടെ സമയം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും, സാരമില്ല, അടുത്ത ക്ലാസ്സിൽ അത് ആഡ് ചെയ്തിട്ട് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ PPT ആ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്യണം, ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പറയാത്ത ക്വസ്റ്റ്യൻസ്, അത് ഈ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം മതിയോ? ഓക്കെ, അപ്പൊ ഞാൻ ഇതില് ക്ലാസ്സിൽ എടുക്കാത്ത മീൻ സമയമില്ലാത്ത കാരണമാണ് ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ഞാൻ ഈ PPT ഉണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യാട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി സംസാരിക്കാം. താങ്ക് യു.